It's very important. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. I'm not going to preach. ഞാൻ പ്രസംഗിക്കുവാൻ പോകുകയല്ല. I'm going to teach. ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. That once the teaching is over, പഠനം അവസാനിക്കുമ്പോൾ I will speak a principal word to minister. ദൈവദാസന്മാരോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയും. Then I'll pray for you. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. I want to make some statements. ചില വാചകങ്ങൾ. And those statements are this. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്. What is natural, so is spiritual. സ്വാഭാവികമായത് എങ്ങനെയാണോ, പ്രകൃതിദത്തമായത് എങ്ങനെയാണോ, അങ്ങനെ തന്നെയാണ് ആത്മീക നിലവാരവും. What is natural, എന്താണോ സ്വാഭാവികമായത്, പ്രകൃതിദത്തമായത്, so is spiritual. ആത്മീകമായതും അങ്ങനെ തന്നെയാണ്. All truths are parallel. എല്ലാ സത്യങ്ങളും സമാന്തരങ്ങളാണ്. Natural truth, spiritual truth, they're parallel. ഈ ഭൂമിയിലെ ഭൗമികമായിരിക്കുന്ന സത്യങ്ങളും ആത്മീക സത്യങ്ങളും ഇവ സമാന്തരങ്ങളായി സഞ്ചരിക്കുന്നു. There's a natural law, there's a spiritual law. ഒരു ഭൗമികമായ നിയമമുണ്ട്, ഒരു അഭൗമ്യമായ നിയമമുണ്ട്. You understand this? ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. What is natural, so is spiritual. ഭൗമികമായത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ആത്മീയമായതും. God will never overlook natural law. ദൈവം ഒരിക്കലും ഭൗമികമായിരിക്കുന്ന നിയമങ്ങളെ മുറിച്ചു കടക്കുകയില്ല, അല്ലെങ്കിൽ അതിനെ കടന്നു പോവുകയില്ല. God will not break any of the natural law. ഈ ഭൂമിയിലുള്ള ഒരു നിയമങ്ങളെയും ദൈവം മുറിക്കുകയില്ല, തകർക്കുകയില്ല. There's a principle. ഇതൊരു തത്വമാണ്. That is why in the Bible അതുകൊണ്ടാണ് വേദപുസ്തകം we have to learn പല കാര്യങ്ങൾ അതിൽ നാം പഠിക്കേണ്ടത്. God is a God of family. ദൈവം കുടുംബത്തിന്റെ ദൈവമാണ്. God is not independent. ദൈവം സ്വതന്ത്രനായ ദൈവമല്ല. God will not do anything independent. ദൈവം സ്വതന്ത്രമായി ഏകനായി ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നവനല്ല. Many people say I have an independent ministry. പല ആളുകളും പറയാറുണ്ട്, എനിക്കൊരു സ്വതന്ത്ര ശുശ്രൂഷയുണ്ട്. There's nothing called independent ministry. സ്വതന്ത്ര ശുശ്രൂഷ എന്നു പേരുള്ള ഒന്നും തന്നെ ഇല്ല. Father, Son, Holy Spirit, Church work together. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സഭ ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. When God created everything, ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ He created family. അവൻ കുടുംബത്തെ സൃഷ്ടിച്ചു. God worked through family. ദൈവം കുടുംബങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നു. Adam and Eve, ആദമിലൂടെയും ഹവ്വയിലൂടെയും, Noah and his family, നോഹയും അവന്റെ കുടുംബത്തിലൂടെയും, Abraham and his family. അബ്രഹാമിലും അവന്റെ കുടുംബത്തിലൂടെയും. God is a God of families. ദൈവം കുടുംബങ്ങളുടെ ദൈവമാണ്. Why do you see these principles? എന്തുകൊണ്ടാണ് ഈ തത്വം നാം കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്? Because God is love. കാരണം ദൈവം സ്നേഹമാകുന്നു. God works through relationships. ദൈവം ബന്ധങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. So to understand God, ദൈവത്തെ മനസ്സിലാക്കുന്നതിനായി, to understand His ministry, അവന്റെ ശുശ്രൂഷ എന്തെന്ന് തിരിച്ചറിയേണ്ടതിനായി, to understand the purpose, ഉദ്ദേശം മനസ്സിലാക്കേണ്ടതിനായി, Paul says it's a mystery. പൗലോസ് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരു മർമ്മമാണ്. Christ and His church is a mystery. ക്രിസ്തുവും അവന്റെ സഭയും അതൊരു മർമ്മമാണ്. So God reveals to him the mystery of relationship of husband and wife. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലൂടെ ദൈവം അത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. As husband loves his wife, ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ, how should husband love his wife? എങ്ങനെയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്? As Christ loves the church. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. Are you able to understand? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ? Yes, no. There's another truth. മറ്റൊരു സത്യമുണ്ട്. God also reveals himself the purpose as relationship between father and son. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതിലൂടെ സത്യത്തെ ദൈവം നമുക്ക് പ്രദർശിപ്പിക്കുന്നു. Not only husband and wife, ഭാര്യ ഭർത്താവ് ഇവർ മാത്രമല്ല, but also father
and son. പിതാവും പുത്രനും. Why he has to explain father and son? എന്തുകൊണ്ടാണ് പിതാവിനെയും പുത്രനെയും അല്ലെങ്കിൽ ആ പിതൃപുത്ര ബന്ധത്തെ കുറിച്ച് പറയുന്നത്? He could have said, in heaven this is number 1 and this is number 2 and then this is number 3, this is number 10. ദൈവത്തിന് ഇങ്ങനെ പറയാമായിരുന്നു, സ്വർഗം ഇത് 1, അതിനുശേഷം രണ്ടാമത്തെ അനുഭവം ഇത് 3 എന്നൊക്കെ ദൈവത്തിന് ക്രമാനുഗതമായി വരച്ചു കാട്ടി പറയാമായിരുന്നു. Because heaven is not organization. കാരണം സ്വർഗം എന്ന് പറയുന്നത് ഒരു സംഘടിതമായ ഒന്നല്ല, സംഘടനയല്ല. Heaven is family. സ്വർഗം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. Our father is there. നമ്മുടെ പിതാവ് അവിടെയുണ്ട്. Our elder brother is there. നമ്മുടെ മൂത്ത നമ്മുടെ സഹോദരൻ അവിടെയുണ്ട്. His name is Yeshua. അവന്റെ പേര് യേശു Holy എന്നാണ്. Spirit is there. പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. My brothers and sisters in heaven are there. നമ്മുടെ സ്വർഗത്തിലുള്ള സഹോദരി സഹോദരന്മാർ അവിടെയുണ്ട്. So we are all going to go home. നാം എല്ലാവരും നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്, ഭവനത്തിലേക്ക്, കുടുംബത്തിലേക്കാണ് പോകുന്നത്. Where there will be food, നമ്മൾ ആഹാരം കഴിച്ചാലും there will be fun, സന്തോഷമുണ്ടാകും, there will be music, നല്ല there will be സംഗീതം, worship, there will be dance, വലിയ there സന്തോഷം, will be joy. ആഹ്ലാദമുണ്ടാകും. Because a family. അതൊരു കുടുംബമാണ്. It's not an organization in heaven. അവിടെ ഒരു സംഘടനയല്ല സ്വർഗം. He is the boss. അവനാണ് യജമാനൻ. His name is the Father. അവന്റെ പേരാണ് പിതാവ്. And then he is general manager. His name is Jesus. അടുത്തതായിട്ട് ജനറൽ മാനേജർ, അദ്ദേഹത്തിന്റെ പേര് യേശു എന്നാണ്. He doesn't say like that. അങ്ങനെ പറയുന്നില്ല. It's father and son. പിതാവ് പുത്രൻ. Please understand this. ഇത് മനസ്സിലാക്കുക. Husband, wife, ഭാര്യ ഭർത്താവ്, father, son. പിതാവ് പുത്രൻ. Why God brings this allegory? എന്തുകൊണ്ടാണ് ദൈവം ഈ ഉപമകൾ പറഞ്ഞത്, രൂപകങ്ങൾ Why God പറഞ്ഞത്? uses families? എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ ദൈവം ഉപയോഗിച്ചത്? It's because ultimately our relationship with God as our Father and it's a family. കാരണം ആത്യന്തികമായി ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു പിതാവ് എന്ന നിലയിലാണ്. ദൈവം നമ്മുടെ പിതാവാണ്. നാം ഒരു കുടുംബത്തിലേക്കാണ് കടന്നു പോകുന്നത്. Even the government of God ദൈവത്തിന്റെ ഭരണകൂടവും is a family. ഒരു കുടുംബമാണ്. Today we're going to learn. നാം പഠിക്കുവാൻ പോകുകയാണെന്ന്. Because this church കാരണം ഈ സഭ has a bright future. ഒരു നല്ല പ്രകാശപൂരിതമായ ഭാവിയുള്ള സഭയാണ്. Very bright future. വളരെ ശോഭനമായ ഭാവിയുണ്ട്. It's like the dawn of the sun. അത് സൂര്യന്റെ ഉദയം പോലെയാണ്. It's just rising up. ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. It is going to go to brighter and brighter and glorious and glorious. അത് തേജസ് വെളിച്ചം മഹത്വമുള്ളതായി തീരുവാനിടയാകും. This is a historic meeting. ഇത് വളരെ ചരിത്ര പ്രധാനമുള്ള യോഗങ്ങളാണ്. You will launch into your new season after this meeting. ഈ യോഗങ്ങളുടെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ പദമൂന്നുവാൻ പോകുകയാണ്. So we understand the kingdom. നാം ദൈവത്തിന്റെ രാജ്യത്തിലാണ്. Family, കുടുംബം, husband and wife, ഭാര്യ ഭർത്താവ്, father and son. പിതാവ് പുത്രൻ. And also God says, അതിനുശേഷം വീണ്ടും ദൈവം പറയുന്നു, our fellowship, our family is also like the body. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ശരീരത്തെ പോലെയാണ്. Somebody is an eye, ചില ആളുകൾ അതിലെ കണ്ണുകളാണ്. somebody is a nose, ചില ആളുകൾ അതിലെ നാസ്വാദ്വാരങ്ങളാണ്. somebody is a tongue, ചില ആളുകൾ നാക്കാണ്. somebody is a liver, ചില ആളുകൾ കരളാണ്. somebody is a finger. ചില ആളുകൾ വിരലുകളാണ്. Each one is important. ഓരോ അവയവങ്ങളും പ്രധാനമർഹിക്കുന്നു. Whole eye is not the body. ശരീരത്തിന്റെ കണ്ണുകൾ. Whole nose is not the body. മൂക്കെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനാകുന്നില്ല. Whole finger is not the body. വിരൽ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനാകുന്നില്ല. But when the body comes under the head, ഈ ശരീരം എന്ന് പറയുന്നത് ശിരസിന് കീഴെയാണ്. there's life. അങ്ങനെ ജീവനുണ്ടാകുന്നു. When a small finger is hurting, ആ ശരീരത്തിന്റെ ഒരു ചെറു വിരലിന് മുറിവുണ്ടായാൽ whole body is hurting. നമ്മുടെ ശരീരത്തിന് മുഴുവൻ വേദനയുണ്ടാകുന്നു. That's why Jesus said he's building his church. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയുകയാണ്. The body, ശരീരമാകുന്ന സഭ, the local body, സ്ഥലം സഭ, the koilan body,
അതിനും മീതെയുള്ള ബഹുത്തായിരിക്കുന്ന ആ ശരീരത്തിന്റെ അനുഭവം, the Kerala body, കേരളത്തിൽ ആകമാനമുള്ള സഭ എന്ന ശരീരം, Indian body, ഭാരതത്തിലുടനീളമുള്ള സഭ എന്ന ശരീരം, in the world together a body. ഈ ലോകത്തിൽ ആകമാനമുള്ള ദൈവ സഭയുള്ള ശരീരം. So God is building His church. അതുകൊണ്ട് ദൈവം തന്റെ സഭ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So we cannot hold only one side and say this is how God will work. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇങ്ങനെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയൂ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. We have to have the whole wisdom of God. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ സമ്പൂർണത നമുക്ക് ആവശ്യമാണ്. How many say amen to that? അതിന് എത്ര പേർ ആമേൻ പറയും? Have you understood? നിങ്ങളത് മനസ്സിലാക്കിയോ? Let's get into the word of God. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 Timothy chapter 2. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം, രണ്ടാമത്തെ അധ്യായം, Chapter 2 verse 1 and 2. 1-2 വാക്യങ്ങൾ. We will see the purpose and the vision, how it is accomplished in Paul's life. പൗലോസിന്റെ ജീവിതത്തിൽ അവന്റെ ഉദ്ദേശവും ദർശനവും എങ്ങനെ സാധൂകരിക്കപ്പെട്ടു നിവൃത്തിയായി എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. My Bible says, എന്റെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, Paul is saying to Timothy. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. What is he saying? എന്താണ് അവൻ പറയുന്നത്? You therefore my son. എന്റെ മകനെ. Paul is saying, you therefore Timothy my son. പൗലോസ് തിമോത്തിയോസിനെ അഭിസംബോധന ചെയ്യുകയാണ്, അല്ലയോ എന്റെ മകനായ തിമോത്തിയോസേ. Chapter 2 verse 1. രണ്ടാമത്തെ അധ്യായം 1 വാക്യം. 2 തിമോത്തി. You therefore my son. എന്റെ മകനെ. In the ministry, ശുശ്രൂഷയിൽ there is a position ഒരു സ്ഥാനമുണ്ട്, of authority അധികാരത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. in God, ദൈവത്തിൽ. anointing അഭിഷേകം in God. ദൈവത്തിൽ. But Paul says, പക്ഷെ പൗലോസ് പറയുന്നു, in the authority of God, ദൈവികമായ ആ അധികാരത്തിൽ, you therefore my son. നീ എന്റെ മകനാണ്. Only when I say to someone son, ഞാൻ മറ്റൊരാളെ മകനെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമേ, only then the son can say to you my father. അപ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങൾ എന്റെ പിതാവാണ് എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. Elijah and Elisha. ഏലിയാവ്, എലീശ. Elijah is a great prophet. വലിയ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് 7 miracles in his life. 7 അത്ഭുതങ്ങൾ ചെയ്തവൻ. Elisha, ഏലീശ, God give me double portion. അവൻ പറയുന്നു, ദൈവമേ എനിക്ക് ഇരട്ടി പങ്ക് തരണമേ. When Elisha was taken, ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ he said, my father, my father, my father. എന്റെ പിതാവേ, എന്റെ പിതാവേ എന്നവൻ വിളിച്ചു. Though he was a prophet, അവനൊരു പ്രവാചകനായിരുന്നിട്ട് കൂടി, the prophet Elijah, ആ പ്രവാചകനായ എലീശ served Elisha as a son. എലീശ അവനെ ഒരു മകനെ പോലെ ശുശ്രൂഷിച്ചു. Are we learning something? നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നുവോ? Others, how many say amen? I can't be a father to someone unless he's worthy of being a son. ഒരുവൻ നമ്മുടെ മകനായി തീരാൻ യോഗ്യത പ്രാപിക്കുന്നതുവരെ അവന്റെ പിതാവായിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. God the Father പിതാവായ ദൈവം sent his son Jesus. തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചു. Jesus obeyed him. യേശു അവനെ അനുസരിച്ചു. He doesn't deserve, he doesn't need to be water baptized. അവന് ജലസ്നാനം ഏൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. But he goes through water baptism. എന്നാൽ അവൻ ജലസ്നാനം സ്വീകരിച്ചു. So Father is so excited.
പിതാവ് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. He didn't do any sin. അവൻ പാപമൊന്നും ചെയ്തില്ല. He doesn't need to repent. മനസ്തപിക്കേണ്ട ആവശ്യം അവനില്ല. But for the fulfillment of all righteousness, എല്ലാ നീതിയും പക്ഷേ നിവൃത്തിയാകേണ്ടതിന് he went through the water baptism. അവൻ ജലസ്നാനത്തിലേക്ക് കടന്നുപോയി. That is why Father is so excited. അത് കണ്ടപ്പോൾ പിതാവിന് അതിയായ സന്തോഷമാണ് ഉണ്ടായത്. He declares it to the world. ലോകത്തെ നോക്കി പിതാവ് പ്രഖ്യാപിക്കുകയാണ്, This is my beloved son. ഇവൻ എന്റെ പ്രിയ പുത്രൻ. It's a spiritual principle. ഇതൊരു ആത്മീയ തത്വമാണ്. Spiritual principle. ആത്മീയ തത്വം. No family without father. പിതാവില്ലാതെ ഒരു കുടുംബമില്ല. You go to any place, ഏത് സ്ഥലത്ത് നിങ്ങൾ പോയാലും, any club, എവിടെ പോയാലും, any social place, ഏത് സാമൂഹിക സ്ഥലങ്ങളിൽ പോയാലും there is no order. അവിടെ യാതൊരു വിധമായ ക്രമവും കാണുകയില്ല. Because there is no father. കാരണം അവിടെ പിതാവില്ല. But in the home, എന്നാൽ വീട്ടിൽ വന്നാൽ അവിടെ ക്രമമുണ്ട്. in the house of God, ദൈവഭവനത്തിൽ there's order. അവിടെ ക്രമമുണ്ട്. In heaven, സ്വർഗത്തിൽ there's order. അവിടെ ക്രമമുണ്ട്. Because there is a God-given authority. കാരണം ദൈവദാനമായ അധികാരം അവിടെയുണ്ട്. You understand this? നിങ്ങളിത് മനസ്സിലാക്കുന്നുവോ? Because God is a God of families. ദൈവം അതുകൊണ്ടാണ് കുടുംബങ്ങളുടെ ദൈവമായിരിക്കുന്നത്. You remember Jesus said? യേശു പറഞ്ഞത് ഓർക്കുക. What was his prayer? അവന്റെ പ്രാർത്ഥന എന്താണ്? What is the prayer? ആ പ്രാർത്ഥന എന്താണ്? Father, your kingdom come. പിതാവേ, അങ്ങയുടെ വാഴ്ച വരണമേ, And രാജ്യം your will വരണമേ. be done. അങ്ങയുടെ ഹിതം സംജാതമാകണമേ. So what is in heaven എന്താണോ സ്വർഗത്തിലുള്ളത് happens on earth. അത് ഭൂമിയിലും സംജാതമാകണം. So in heaven there is God the Father, സ്വർഗത്തിൽ പിതാവായ ദൈവമുണ്ട്. and there is God the Son, അവിടെ പുത്രനായ ദൈവമുണ്ട്. and those who believe in the Son Yeshua, then we become the sons of the living God. ആ യേശുവിൽ വിശ്വസിക്കുന്ന നാം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായി തീരുന്നു. Number 2. രണ്ടാമതായി 2 Timothy 2:2. രണ്ടാമത്തെ വാക്യം. If you understood verse 1, then we can understand verse 2. ഒന്നാമത്തെ വാക്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ രണ്ടാമത്തേത് നിങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കും. And now Paul is releasing the anointing and the flow of the ministry. പൗലോസ് തന്റെ അഭിഷേകം, ആ ശുശ്രൂഷയുടെ ഒഴുക്ക് അവനിലേക്ക് പകർന്ന് നൽകുകയാണ്. If you understood verse 1, then you can understand verse 2. ഒന്നാമത്തെ വാക്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ രണ്ടാമത്തേത് നിങ്ങൾ നന്നായി തിരിച്ചറിയും. If there's no relationship of father son, there's no relationship of ministry. പിതാവ് മകൻ എന്ന ബന്ധം ഇല്ല എങ്കിൽ ശുശ്രൂഷയിലും ഒരു ബന്ധം നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. In office, നമ്മുടെ ഓഫീസിൽ, corporate office, വലിയ കോർപ്പറേറ്റ്, അതായത് വലിയ കമ്പനികളുടെ ഓഫീസിൽ you have a manager. നിങ്ങൾക്ക് ഒരു മാനേജർ, ഒരു കാര്യദർശി ഉണ്ടായിരിക്കും. In the ministry also, ശുശ്രൂഷയിലും you have a manager. നിങ്ങൾക്കൊരു മാനേജർ ഉണ്ട്. But you will not call manager manager. You'll say enda mone. നിങ്ങൾ അദ്ദേഹത്തെ പക്ഷെ മാനേജർ എന്നല്ല വിളിക്കുന്നത്. So the people will say, hello son, hello daughter. Why? Because ministry has to do with relationship. മാനേജർ എന്നല്ല വിളിക്കുന്നത്, മകനെ, മകളെ എന്നാണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്. കാരണം ദൈവ ശുശ്രൂഷയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. In business, വ്യവസായത്തിൽ you don't have relationship with people. അവിടെ ജനങ്ങളുമായി ബന്ധം വേണമെന്നില്ല. But in the ministry, എന്നാൽ ശുശ്രൂഷയിൽ you have relationship. നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്. We are a family. നാം ഒരു കുടുംബമാണ്. And Paul is saying പൗലോസ് പറയുകയാണ്, that your love for God and love for saints, ദൈവത്തോടുള്ള സ്നേഹവും വിശുദ്ധന്മാരോടുള്ള തന്റെ സ്നേഹവുമെന്ന്. sign of the cross, ക്രൂശിന്റെ അടയാളം. our relationship with God is important to bring relationship with people.
ക്രൂശിന്റെ അടയാളം കാണിക്കും നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം. So 2 Timothy 2:2. 2 തിമോത്തി 2:2 What is it? എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? And the things that you received from me, നീ എന്നിൽ നിന്ന് പ്രാപിച്ചത് commit to the faithful, സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. who will be able to teach others. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ അവർ പര്യാപ്തരായിരിക്കണം. 4 levels of relationship. 4 തരത്തിലുള്ള ബന്ധങ്ങൾ, നിലവാരത്തിലുള്ള ബന്ധങ്ങൾ. Jesus, യേശു കർത്താവ്, Paul, പൗലോസ്, Timothy. തിമോത്തിയോസ്. So Paul is saying, പൗലോസ് പറയുകയാണ്, Timothy, തിമോത്തി, I received from my God, my Father. എന്റെ പിതാവായ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചു. Therefore you, my son, അതുകൊണ്ട് എന്റെ മകനെ, നീ, I give to you what I received. ഞാൻ പ്രാപിച്ചത് എന്റെ മകനെ നിനക്ക് ഞാൻ പകർന്നു നൽകുന്നു. Anointing, അഭിഷേകം, revelation, വെളിപ്പാട്, vision, ദർശനം, blessing, അനുഗ്രഹം, power, ശക്തി, anointing, അഭിഷേകം, knowledge, വിജ്ഞാനം, power, ശക്തി, glory, തേജസ്, favor. ദൈവത്തിന്റെ പ്രസാദം, All that I received ഞാൻ to you ഞാൻ നിനക്ക് തരുന്നു. because you love your father, Paul. കാരണം നിന്റെ പിതാവായിരിക്കുന്ന പൗലോസിനെ നീ സ്നേഹിക്കുന്നു. 2 Timothy 2 says, 2 തിമോത്തി 2 പറയുന്നു, what I received, പ്രാപിച്ചത് I give to you, my son. മകനെ ഞാൻ നിനക്ക് പകർന്നു നൽകുന്നു. And now you, Timothy, അതുകൊണ്ട് നീ എന്തു ചെയ്യണം? Timothy, തിമോത്തിയോസേ, you give it to the faithful one. നീ വിശ്വസ്ത മനുഷ്യരെ അത് And the ഭരമേൽപ്പിക്കണം. faithful one will give to others. ആ വിശ്വസ്ത മനുഷ്യർ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകും. Paul, Timothy, പൗലോസ്, തിമോത്തിയോസ്, Timothy faithful, തിമോത്തിയോസ് വിശ്വസ്ത മനുഷ്യർ, faithful others. വിശ്വസ്ത മനുഷ്യർ മറ്റുള്ളവരിലേക്ക്. Jesus, യേശു കർത്താവ്, Paul, പൗലോസ്, gives to Timothy. ഇത് തിമോത്തിയോസ്. Now because he is my father, താൻ എന്റെ പിതാവ് ആയിരിക്കുന്നതിനാൽ I love him. ഞാൻ അദ്ദേഹത്തെ I'm സ്നേഹിക്കുന്നു. committed to him. ഞാൻ അദ്ദേഹത്തോട് I'm കീഴ്പ്പെട്ടിരിക്കുന്നു, faithful to him. വിശ്വസ്തനായിരിക്കുന്നു. So when he is faithful to God, അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നതിനാൽ God gives him more. ദൈവം അദ്ദേഹത്തിന് ധാരാളമായി So when നൽകുന്നു. I'm faithful to him, ഞാൻ അദ്ദേഹത്തോട് വിശ്വസ്തനായിരിക്കുന്നതിനാൽ as unto God, ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്ന he പോലെ will give me what he has received. ദൈവം തനിക്ക് നൽകിയത് താൻ എനിക്ക് പകർന്നു നൽകും. Freely he has received, freely he will give. സൗജന്യമായി താൻ പ്രാപിച്ചു, സൗജന്യമായി എനിക്ക് പകർന്നു നൽകും. It's a principle. അവിടെ ഒരു തത്വമുണ്ട്. It doesn't happen just like that. അത് സാധാരണയായി അങ്ങനെ സംഭവിക്കുന്നതല്ല. Faithfulness. വിശ്വസ്തത. As I'm faithful to him, ഞാൻ തന്നോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ Timothy faithful to Paul, തിമോത്തിയോസ് പൗലോസിനോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ it doesn't matter what age difference. എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് എന്നത് ഇവിടെ It വിഷയമല്ല. doesn't matter I'm more in ministry than him. അദ്ദേഹത്തെക്കാൾ ഒരുപാട് ശുശ്രൂഷയിൽ ഞാൻ ഉയർന്നതാണ് എന്നത് വിഷയമല്ല. It may be I'm twice his age. അദ്ദേഹത്തിന്റെ വയസ്സിന്റെ ഇരട്ടി പ്രായം എനിക്കുണ്ട് എന്നത് വിഷയമല്ല. The seniority in the house of God is not by age, it is by God who has ordained. ദൈവത്തിന്റെ ഭവനത്തിലെ സീനിയോറിറ്റി എന്ന് പറയുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവം പകർന്നു നൽകുന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. David was the youngest boy. ദാവീദ് ഏറ്റവും ഇളയ മകനായിരുന്നു. എലിയാബ് Had many brothers. ഒരുപാട് സഹോദരന്മാർ. The youngest was David. അവരുടെ ഏറ്റവും ഇളയ സഹോദരനാണ് But ദാവീദ്. God had chosen him. പക്ഷെ ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തത്. In the apostolic kingly ministry. ആ രാജാവായി തീരുവാനായി, ആ ശുശ്രൂഷയ്ക്കായി ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തത്. How many understand this? എത്ര പേര് ഇത് മനസ്സിലാക്കുന്നു? So let's go to 2 Timothy 2:2. അതുകൊണ്ട് 2 തിമോത്തി 2:2 പറയുന്നത്, Paul, പൗലോസ് faithful to Jesus, യേശുവിനോട് വിശ്വസ്തനായിരുന്നു. God gives him wisdom, ദൈവം അവന് gives പരിജ്ഞാനം him നൽകി, revelation. വെളിപ്പാടുകൾ നൽകി. This is a spiritual principle. ഇത് ആത്മീകമായ ഒരു തത്വമാണ്. Paul, പൗലോസ്
has to be faithful to God. ദൈവത്തോട് താൻ വിശ്വസ്തനായിരിക്കണം. So as he is faithful to God, താൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ he receives the revelation. വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് താൻ പ്രാപിക്കുന്നു. Listen carefully. ശ്രദ്ധിക്കുക. God has ordained Paul, ദൈവം പൗലോസിനെ അഭിഷേകം ചെയ്തു, അധികാരപ്പെടുത്തി. appointed him to be apostle over Timothy. തിമോത്തിയോസിന്റെ മീതെ ഒരു അപ്പോസ്തലനായി പൗലോസിനെ ദൈവം നിയമിച്ചു. Timothy cannot say, I am equal to Paul, തിമോത്തിയോസിന് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല, ഞാൻ പൗലോസിന് or I തുല്യനാണ്, am more than Paul. പൗലോസിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയാൻ കഴിയുകയില്ല. You have to listen to me. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. have more revelation than you. നിങ്ങളെക്കാൾ എനിക്ക് വെളിപ്പാട് കൂടുതലുണ്ടെന്ന് പറയുവാൻ കഴിയുകയില്ല. So he will receive from God. താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. Paul will give it to me, Timothy, his son. പൗലോസ് തന്റെ മകനായിരിക്കുന്ന തിമോത്തിയോസിന് നൽകി. Now listen carefully, see God's principle. നോക്കുക, ദൈവത്തിന്റെ തത്വം മനസ്സിലാക്കുക. Paul trains Timothy to become father to the faithful one. വിശ്വസ്തരായിരിക്കുന്ന അനേക മനുഷ്യർക്ക് പിതാവായി തീരേണ്ടതിന് പൗലോസ് തിമോത്തിയോസിനെ പരിശീലിപ്പിക്കുന്നു. Listen to this. ശ്രദ്ധിക്കുക, This is a principle. ഇതൊരു തത്വമാണ്. Only when I am a faithful son, ഞാനൊരു വിശ്വസ്തനായ മകനായി തീരുമ്പോൾ മാത്രമേ then only God will give me authority to become a father over the faithful one. അപ്പോൾ മാത്രമേ വിശ്വസ്ത മനുഷ്യരുടെ, വിശ്വസ്തരായ ആളുകളുടെ പിതാവായി തീരുവാൻ ദൈവം എനിക്ക് അധികാരം നൽകുകയുള്ളൂ. So Paul is saying, പൗലോസ് പറയുന്നു, what you received from me, നീ എന്നിൽ നിന്ന് പ്രാപിച്ചത്, now you become a father and give to faithful. അതിനാൽ നീ ഇപ്പോൾ ഒരു പിതാവായി മാറിയിരിക്കുന്നു. അത് ഇനി നീ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. Father in heaven, സ്വർഗസ്ഥനായ പിതാവ് Jesus, യേശു കർത്താവ്, Apostle Paul. അപ്പോസ്തലനായ പൗലോസ്. Now Timothy is being trained to become father. ഇപ്പോൾ തിമോത്തിയോസ് ഒരു പിതാവായി തീരുവാൻ പരിശീലനം സിദ്ധിച്ചിരിക്കുന്നു. So Timothy will give what is received from Paul. ഇപ്പോൾ പൗലോസിൽ നിന്ന് എന്താണോ പ്രാപിച്ചത് അത് തിമോത്തിയോസ് പകർന്നു നൽകുന്നു. As he received, ദൈവത്തിൽ നിന്ന് പൗലോസ് he പ്രാപിച്ചതുപോലെ gives. അദ്ദേഹം നൽകുന്നു. As I received, ഞാൻ പ്രാപിച്ചതുപോലെ I give. ഞാൻ പകർന്നു നൽകുന്നു. I don't give anything else. I give what I received. മറ്റെന്തെങ്കിലും അല്ല ഞാൻ പകർന്നു നൽകുന്നത്, മറിച്ച് എന്താണോ ഞാൻ പ്രാപിച്ചത് അത് ഞാൻ പകർന്നു നൽകുന്നു. So I give to faithful. ഞാൻ വിശ്വസ്ത മനുഷ്യരെ അത് ഭരമേൽപ്പിച്ചു. The faithful one has to give to others. വിശ്വസ്തരായ മനുഷ്യർ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. This is what 2 Timothy 2:2. ഇതാണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2:2. It's the government of God. ഇതാണ് ദൈവത്തിന്റെ ആ ഭരണ സംവിധാനം. Jesus alone cannot do it. യേശു കർത്താവിന് മാത്രമായി അത് ചെയ്യുവാൻ കഴിയുകയില്ല. Paul alone cannot do it. പൗലോസിന് മാത്രമായി അത് ചെയ്യുവാൻ കഴിയുകയില്ല. Timothy alone cannot do it. തിമോത്തിയോസിന് മാത്രമായി അത് ചെയ്യുവാൻ കഴിയുകയില്ല. Just Paul and Timothy cannot do it. പൗലോസിനും തിമോത്തിയോസിനും മാത്രമായി അത് ചെയ്യുവാൻ Paul കഴിയുകയില്ല. needs Timothy. പൗലോസ് തിമോത്തിയോസിന് നൽകുന്നു. Paul and Timothy needs faithful. ആ പൗലോസിനും തിമോത്തിയോസിനും വിശ്വസ്ത മനുഷ്യരെ ആവശ്യമാണ്. And faithful needs the others. വിശ്വസ്ത മനുഷ്യന് മറ്റുള്ള വിശ്വസ്തരെ ആവശ്യമാണ്. So when Jesus went to heaven, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ for Timothy, തിമോത്തിയോസ്, all the life of Jesus is seen in Paul. യേശുവിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവനും തിമോത്തി പൗലോസിൽ കാണുകയാണ്. Let's say he's Timothy. ഇദ്ദേഹം തിമോത്തി എന്ന് നമുക്ക് I പറയാം. am Paul. ഞാൻ പൗലോസാണ്. So Paul says in book of Corinthians, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, hey Timothy, അല്ലയോ തിമോത്തിയോസ്, church, സഭേ, follow me എന്നെ അനുഗമിക്കുക. as I follow Christ. ഞാൻ ക്രിസ്തുവിനെ Follow me. അനുഗമിച്ചതുപോലെ നിങ്ങൾ എന്നെ As അനുഗമിക്കുക. I follow Christ. ഞാൻ ക്രിസ്തുവിനെ Follow അനുഗമിച്ചതുപോലെ me. എന്നെ അനുഗമിക്കുക. As I follow Christ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ചതുപോലെ. So when Jesus is gone in heaven, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ they cannot see Jesus. അവർക്കിപ്പോൾ യേശുവിനെ കാണുവാൻ കഴിയുകയില്ല. My life, എന്റെ ജീവൻ, my character, എന്റെ സ്വഭാവം, my love, എന്റെ സ്നേഹം, my grace, എന്റെ കൃപ, they will see Jesus. അതിലൂടെ ഇവർ യേശുവിനെ കാണുവാനിടയാകും. But in some places, many years ago, എന്നാൽ ചില സ്ഥലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് it became very dangerous.
വളരെ അപകടകരമായി അത് മാറി. They began to control. അധികാരം നേടേണ്ടതിനായി Paul wants to control Timothy. പൗലോസിന് തിമോത്തിയോസിന്റെ മേൽ അധികാരം വേണം. Timothy wants to control faithful. തിമോത്തിയോസിന് വിശ്വസ്തരായിരിക്കുന്ന ആളുകളുടെ മേൽ അധികാരം വേണം. Faithful wants to control. വിശ്വസ്തനായിരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ മേൽ ആ നിയന്ത്രണം വേണം. So when you put pressure on this one, ഈ ഒന്നാമത്തെ ആളിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ he will put pressure on this one. അദ്ദേഹം രണ്ടാമത്തെ ആളുടെ മേൽ സമ്മർദ്ദം ചെലുത്തും. When he gets pressure on this one, അദ്ദേഹം രണ്ടാമത്തെ ആളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ he will put pressure on that one. മറ്റൊരു വ്യക്തിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തും. It's like in a marketing company. അത് ഒരു വ്യവസായ ശൃംഖല കമ്പനി പോലെയായി മാറും. Managing director will say, മാനേജിംഗ് ഡയറക്ടർ പറയും, I was in Nestle. I was in a company. അതൊരു കമ്പനിയുടെ ഞാൻ The managing director will say, മാനേജിംഗ് ഡയറക്ടർ പറയും, this year ഈ വർഷം we have to sell 1 million bottles of Nescafe. നെസ്കഫയുടെ 1 മില്യൺ കുപ്പികൾ നമുക്ക് വിറ്റഴിക്കണം എന്ന് മാനേജിംഗ് ഡയറക്ടർ പറയും. That is our vision. അതാണ് നമ്മുടെ ലക്ഷ്യം. Then I will tell my general manager, അത് ഞാൻ എന്റെ ജനറൽ മാനേജരോട് പറയും, you have to sell 1 million bottles this year. ഞാൻ പറയും ഈ വർഷം 1 മില്യൺ കുപ്പികൾ വിറ്റഴിക്കണം. What will general manager do? ജനറൽ മാനേജർ എന്ത് ചെയ്യും? He'll only do it. So he'll tell him, you have to sell 1 million. അദ്ദേഹം അടുത്തയാളോട് പറയും 1 മില്യൺ കുപ്പികൾ What വിറ്റഴിക്കണം. will he do? അദ്ദേഹം എന്ത് ചെയ്യും? He will tell him 1 million. അദ്ദേഹം അടുത്തയാളോട് പറയും 1 മില്യൺ കുപ്പികൾ So ചെലവഴിക്കണം. what happens outside? എന്താണ് സംഭവിക്കുന്നത്? അവസാനം The pressure is put on people. ജനങ്ങളുടെ മേൽ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. And it has become control. അങ്ങനെ ഒരു നിയന്ത്രിതമായ സംവിധാനം നിലവിൽ വരുന്നു. Many ministries have become like that. അങ്ങനെ പല ശുശ്രൂഷകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. But I believe, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, this church, ഈ സഭ it will never happen. അങ്ങനെ സംഭവിക്കുകയില്ല. Because this church ഈ സഭ is going to be like a New Testament church. ഒരു പുതിയ നിയമസഭയായി മാറുവാൻ In the പോകുകയാണ്. New Testament, പുതിയ നിയമത്തിൽ I received from God. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. I give it to Timothy. തിമോത്തിയോസിന് നൽകുന്നു. Timothy gives to faithful. തിമോത്തിയോസ് വിശുദ്ധന്മാർക്ക് Faithful give to others. അവർ മറ്റുള്ളവർക്ക് നൽകുന്നു. So when I am gone, ഞാൻ പോയി കഴിയുമ്പോൾ Timothy will become Paul. തിമോത്തിയോസ് മുൻപോട്ട് കടന്നു വരും. Faithful will become Timothy. തിമോത്തിയുടെ സ്ഥാനത്ത് വിശ്വസ്തരാകും. Others will become faithful. മറ്റുള്ളവർ അവിശ്വസ്തന്മാരുടെ സ്ഥാനത്താകും. Paul, Timothy, പൗലോസ്, അതിനുശേഷം തിമോത്തിയോസ്. faithful others. വിശ്വസ്ത മനുഷ്യർ. What is the relationship? എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? Father, son. പിതാവ് മകൻ. Not apostle and member of the church. അപ്പോസ്തലനും സഭയിലെ അംഗവും എന്നുള്ള ബന്ധമല്ല. Father and son. പിതാവും മകനും. Father, son. പിതാവും മകനും. Father and son. പിതാവ് മകൻ. Father and son. പിതാവ് മകൻ. How many are married here? വിവാഹിതരായ എത്ര പേര് ഇവിടെ ഉണ്ട്? Men. How many men are married here? പുരുഷന്മാർ, വിവാഹിതരായ പുരുഷന്മാർ. At one time you were son. ഒരു സമയത്ത് നിങ്ങൾ പുത്രന്മാരായിരുന്നു. Now you become a father. ഇപ്പോൾ നിങ്ങൾ പിതാക്കന്മാരായി. So what is natural? ഇപ്പോൾ എന്താണ് സ്വാഭാവികമായി അപ്പോൾ സംഭവിക്കുന്നത്? So it's spiritual. സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാണ് ആത്മീക നിലവാരത്തിൽ. All truths are parallel. എല്ലാ സത്യങ്ങളും സമാന്തരങ്ങളാണ്. Now let me go a little deeper. ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് പോകട്ടെ. Anointing comes with association. അഭിഷേകം സംജാതമാകുന്നത് കൂട്ടായ്മയിലൂടെയാണ്, യോജിപ്പിലൂടെയാണ്. If you're not associated, you will not receive anointing. നിങ്ങൾ യോജിക്കപ്പെട്ടവരായി തീരുന്നില്ല എങ്കിൽ അഭിഷേകം പ്രാപിക്കുകയില്ല. Lot prospered only because of his association with Abraham. അബ്രഹാമിനോട് യോജിച്ചത് കൊണ്ട് മാത്രമാണ് ലോത്തിന് അഭിവൃദ്ധി ഉണ്ടായത്. Judas prospered as long as he was associated with Jesus. യേശു കർത്താവിനോട് എത്ര നാൾ ചേർന്നിരുന്നുവോ അത്ര നാൾ മാത്രമേ യൂദാസിനും അഭിവൃദ്ധി ഉണ്ടായുള്ളൂ. You have to make a choice. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. Pastor Tino is the father of this church. ഈ സഭയുടെ പിതാവാണ് പാസ്റ്റർ ടിനു. Whether you call him father or no, that's not the point. നിങ്ങൾ അദ്ദേഹത്തെ പിതാവ് അല്ലെങ്കിൽ അപ്പച്ചൻ എന്ന് വിളിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. Whether you call him or he calls him, that's not material. നിങ്ങൾ വിളിക്കുന്നുവോ അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കുന്നുവോ എന്നുള്ളതല്ല വിഷയം. In the spiritual realm,
God sees him as a man of authority in this church. ആത്മീക നിലവാരത്തിൽ ഈ സഭയുടെ ഒരു അധികാരം നൽകപ്പെട്ട വ്യക്തിയായി ദൈവം തന്നെ കാണുന്നു. Even President of India, ഭാരതത്തിന്റെ പ്രസിഡന്റ് പോലും, if she wants a paper from a police station, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്കൊരു പേപ്പർ വേണമെങ്കിൽ, listen carefully, ശ്രദ്ധിക്കുക, President of India ഭാരതത്തിന്റെ പ്രസിഡന്റ് wants a paper from police station from Quailon, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പേപ്പർ വേണമെങ്കിൽ, she will not call directly Quailon police station. കൊല്ലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ നിന്നൊരു പേപ്പർ വേണമെങ്കിൽ നേരിട്ട് താൻ വിളിക്കുകയില്ല. I am the president, give it to me. ഞാൻ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്, തരിക എന്ന് പറയുകയില്ല. She will have to talk to the home department. അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തോട് സംസാരിക്കും. Home ministry will talk to the state government. ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് സംസാരിക്കും. The state government will talk to the police commissioner. സംസ്ഥാന സർക്കാർ പോലീസ് കമ്മീഷണറോട് സംസാരിക്കും. Police commissioner will talk to the police station. പോലീസ് കമ്മീഷണർ ആ പോലീസ് സ്റ്റേഷനോട് സംസാരിക്കും. And then they'll remove the paper. അവർ ആ പേപ്പർ അവിടെ നിന്ന് ലഭിക്കും. The government. ഇതാണ് ഭരണം, ഭരണകൂടം. There is order in the government. അവിടെ ഒരു ക്രമമുണ്ട്. So also in the government of God, ദൈവ ഭരണകൂടത്തിലും there is a government. അവിടെയും ഒരു ക്രമമുണ്ട്, ഭരണമുണ്ട്. He is like the police commissioner of this area. കഥാനദാസൻ ഈ സ്ഥലത്തെ പോലീസ് കമ്മീഷണറാണെന്നിരിക്കട്ടെ, God has kept him. ദൈവം തന്നെ അവിടെ നിയമിച്ചിരിക്കുന്നു. Your files are with him. നിങ്ങളുടെ എല്ലാ ഫയലുകളും അദ്ദേഹത്തിന്റെ കരങ്ങളിലാണ്. Your welfare is with him. നിങ്ങളുടെ ആ സ്ഥിരത, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കരങ്ങളിലാണ്. He has to pray for you. നിങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കണം. He has to guide you. നിങ്ങളെ വഴി നടത്തണം. But if you say, no, you're not police commissioner. നിങ്ങൾ പറയുകയാണല്ലോ, നിങ്ങൾ പോലീസ് കമ്മീഷണർ ഒന്നുമല്ല. I know the president directly. എനിക്ക് പ്രസിഡന്റിനെ നേരിട്ട് അറിയാം. I will talk to directly. ഞാൻ പ്രസിഡന്റിനോട് നേരിട്ട് സംസാരിച്ചു കൊള്ളാം. The president will say, I don't know you. പ്രസിഡന്റ് പറയും, എനിക്ക് നിന്നെ അറിയില്ല. You have to come through police commissioner. നീ പോലീസ് കമ്മീഷണർ മുഖേന എന്റെ അടുക്കൽ വരണം. Now you may say, I know Manmohan Singh personally. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്ക്, എനിക്ക് വളരെ മൻമോഹൻ സിംഗിനെ വളരെ അടുത്തറിയാം. You may say, I know member of parliament from Kerala personally. കേരളത്തിലെ ഒരു മെമ്പർ ഓഫ്, അതായത് നമ്മുടെ ഒരു രാജ്യസഭാ അംഗത്തെ എനിക്ക് അടുത്തറിയാമെന്ന് പറഞ്ഞേക്കാം. Unless the police commissioner releases, it will not be released. പോലീസ് കമ്മീഷണർ അത് പകർന്നു നൽകാതെ ഒരിക്കലും അവിടെ എത്തുകയില്ല. He is a spiritual father of the church. സഭയുടെ ആത്മീക പിതാവാണ് താൻ. His responsibility is to love you, നിങ്ങളെ സ്നേഹിക്കുവാൻ തനിക്ക് ഉത്തരവാദിത്വമുണ്ട്. care for you, നിങ്ങളെ കരുതുവാൻ, protect you, സംരക്ഷിക്കുവാൻ, guide you. നയിക്കുവാൻ. So when you associate with him, അദ്ദേഹത്തോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ the anointing is passed over. അഭിഷേകം നിങ്ങളിലൂടെ കടന്നു പോകുന്നു. Now I'm in a church as a pastor for last 27 years. I'm a pastor. കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാനൊരു ശുശ്രൂഷകനാണ്. I became a pastor when I was 22 years old. ഞാൻ 22 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ ഒരു ശുശ്രൂഷകനായി. I've seen today in my season of my life, എന്റെ ജീവിതത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, all those who associated with me suddenly become prosperous, anointed, and they see the glory of God. എന്നോട് ചേർന്ന് സഞ്ചരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം പെട്ടെന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ദൈവത്തിന്റെ തേജസ് അവരുടെ ജീവിതത്തിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. They say, Pastor, the moment we joined you in your church, the moment you became part of you, God began to change the whole atmosphere in our life. അവരെന്നോട് പറയാറുണ്ട്, പാസ്റ്റർ, ഞാൻ നിങ്ങളുടെ സഭയിൽ ചേർന്നപ്പോൾ നിങ്ങളോട് യോജിച്ച് നടക്കുവാൻ തുടങ്ങിയ ആ സമയത്ത് എന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. There's a change. ഒരു വ്യത്യാസം, There's a shift. ഒരു രൂപാന്തരം. In the heavenlies, there's a shift. സ്വർഗീയമായ അനുഭവത്തിൽ ഒരു രൂപാന്തരം. Because you associate with Abraham. കാരണം നിങ്ങൾ അബ്രഹാമിനോട് കൂടെ ചേർന്ന് പോകുന്നു. Now there's one thing called anointing.
അഭിഷേകം എന്ന് പറയുന്ന ഒന്ന്. There's another thing to have authority. അതിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അധികാരം. Anointing comes by association. അഭിഷേകം നിങ്ങൾ യോജിക്കുന്നതിലൂടെ കടന്നു വരുമ്പോൾ, But authority comes by faithfulness. അധികാരം കടന്നു വരുന്നത് വിശ്വസ്തതയിലൂടെയാണ്. I may be member of his church. ഞാനൊരു പക്ഷേ അദ്ദേഹത്തിന്റെ സഭയിലെ അംഗമായിരിക്കാം. I am associated with him. അദ്ദേഹത്തോട് ഞാൻ യോജിച്ചിരിക്കുന്നു. I may call him father. ഞാൻ അദ്ദേഹത്തെ പിതാവെന്ന് വിളിക്കാം. But if there's no faithfulness in my heart before God, for God and for him, എന്നാൽ ദൈവത്തിന് മുമ്പാകെയും അദ്ദേഹത്തിന് മുമ്പാകെയും എനിക്ക് വിശ്വസ്തതയില്ല എങ്കിൽ, I will not grow in authority. ഞാൻ ആ അധികാരത്തിന്റെ ശ്രേണിയിൽ വളർന്നു വരികയില്ല. This is really deep. ഇത് വളരെ ആഴമുള്ള ഒരു സത്യമാണ്. Matthew chapter 25. മത്തായിയുടെ സുവിശേഷം 25. God gave some 5 talents. ചില ആളുകൾക്ക് ദൈവം 5 താലന്ത് കൊടുത്തു. Some he gave 2 talents. ചില ആളുകൾക്ക് 2 താലന്ത്. Some he gave 1 talent. എന്നാൽ മറ്റു ചിലർക്ക് 1 താലന്ത്. So also in the church. സഭയിലും അങ്ങനെ തന്നെയാണ്. In my life, എന്റെ ജീവിതത്തിൽ I know my call. എന്റെ വിളി എന്തെന്ന് എനിക്കറിയാം. Apostolic, prophetic, evangelistic. അപ്പോസ്തലികമായിരിക്കുന്ന, പ്രവാചനികമായിരിക്കുന്ന, സവിശേഷപരമായ ഒരു വിളിയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. For the last 20 years I've seen that increase of glory of God. കഴിഞ്ഞ 20 വർഷങ്ങളായി ആ ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന്റെ തേജസ്സിന്റെ വർധനവ് ഞാൻ കണ്ടിട്ടുണ്ട്. God has given me more. ദൈവം എനിക്ക് വീണ്ടും അധികമായി നൽകിക്കൊണ്ടിരിക്കുന്നു. Because he loves me. കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു. You understand this? നിങ്ങളിത് മനസ്സിലാക്കുന്നുവോ? God may give somebody 5, somebody 2, somebody 1. ദൈവം ചിലർക്ക് 5, ചിലർക്ക് 3, മറ്റു ചിലർക്ക് 1 പകർന്നു നൽകിയേക്കാം. According to human beings, oh, he's got 5, so he's big man. He's got 2, less. We look at that way. മാനുഷികമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ പറയും അദ്ദേഹത്തിന് 5 ലഭിച്ചു, അദ്ദേഹം വലിയ But in the ആളാണ്. eyes of God, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 5 or 2 or 1, he chooses to give. 5, 2, 1 എന്നുള്ളത് നൽകുന്നത് ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. So you can sing also, നിങ്ങൾക്ക് പാടുവാൻ കഴിയും, you can preach also, പ്രസംഗിക്കുവാനും you കഴിയും, can dance also. നൃത്തം ചെയ്യുവാൻ കഴിയും. But some people can sing, but they cannot preach. ചില ആളുകൾക്ക് പാട്ട് പാടുവാൻ കഴിയും, പക്ഷെ പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. Some preach, but they cannot sing. ചില ആളുകൾക്ക് പ്രസംഗിക്കുവാൻ കഴിയും, പാടുവാൻ Some കഴിയുകയില്ല. cannot preach, neither prophesy, but they can only dance. ചില ആളുകൾക്ക് പാടാനോ പ്രസംഗിക്കാനോ പ്രവചിക്കാനോ അറിയില്ല, പക്ഷെ അവർക്ക് നന്നായി നൃത്തം ചെയ്യാൻ God അറിയാം. gives each one different gifts. ദൈവം ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായ താലന്തുകളാണ് നൽകുന്നത്. Hello. So what is the key? എന്താണ് ഇതിന്റെ പ്രാധാന്യം? Anointing came by association. അഭിഷേകം നമ്മുടെ സംയോജനത്തിലൂടെ കടന്നു വരുന്നു. I am a member of New Life Fellowship ന്യൂ ലൈഫ് ഫെലോഷിപ്പിന്റെ ഒരു അംഗമാണ് ഞാൻ. in Mumbai. മുംബൈയിൽ When I became a believer and became part of the church in 1979, 1979 ഞാൻ ആ സഭയുടെ ഒരു ഭാഗമായി തീർന്നപ്പോൾ we were just 100 people. ഞങ്ങൾ കേവലം 100 പേർ മാത്രമായിരുന്നു. My pastor, my father, he was a young man, എന്റെ പിതാവ്, എന്റെ ശുശ്രൂഷകൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു. just 50-year-old. 50 വയസ്സ് പ്രായമുള്ളയാൾ. I've been faithful to him. ഞാൻ അദ്ദേഹത്തോട് വിശ്വസ്തനായിരുന്നു. He said, do this, I would do it. അദ്ദേഹം എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും. I would work selflessly. ഒരു സ്വാർത്ഥതയും കൂടാതെ ഞാൻ ജോലി ചെയ്യും. Today we got more than 70,000 people. ഇപ്പോൾ ഞങ്ങൾക്ക് 70,000-ലധികം More ആളുകളുണ്ട്. than 4,000 home churches. ഏകദേശം 4,000-ലധികം ഭവന സഭകളുണ്ട്. It's a movement of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു മുന്നേറ്റമാണത്. Listen carefully. ശ്രദ്ധിക്കുക. I don't know any other church. എനിക്ക് മറ്റു Loyal, faithful to God and to my pastor. ഞാൻ എന്റെ പാസ്റ്ററിലൂടെ സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്, വിശ്വസ്തനാണ്, ഏൽപ്പിക്കപ്പെട്ടവനാണ്. Sometimes I don't understand my pastor. ചില ആളുകൾ പറയും എനിക്ക് എന്റെ പാസ്റ്ററിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Why does he do like this? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? I don't understand. എനിക്ക് മനസ്സിലാകുന്നില്ല. But because God has kept me there, ദൈവം എന്നെ അവിടെ നിലനിർത്തിയത് കൊണ്ട്, because of association ആ യോജിപ്പിലൂടെ and because of faithfulness, വിശ്വസ്തതയിലൂടെ, today what I am in the kingdom of God is because of my faithfulness to God and to the man of God. ആ ദൈവദാസനോടും
സർവശക്തനായ ദൈവത്തോടും എനിക്കുണ്ടായിരുന്ന ആ വിശ്വസ്തത കൊണ്ടാണ് ഇപ്പോൾ ദൈവരാജ്യത്തിൽ ഞാൻ എന്തായി തീർന്നിരിക്കുന്നുവോ അങ്ങനെയായത്. I may not understand everything. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകണമെന്നില്ല. My job is not to understand. എന്റെ ജോലി മനസ്സിലാക്കുക എന്നുള്ളതല്ല. My job is to be faithful. എന്റെ ജോലി വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. 5 talent, 2 talent, 1 talent. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. Matthew chapter 25. മത്തായിയുടെ സുവിശേഷം 25, 21 and 23. 21, 23 വാക്യങ്ങൾ. Both the places, ഈ 2 ഭാഗങ്ങളിലും God says, ദൈവം പറയുന്നു, well done, my faithful servant. വിശ്വസ്തനായ എന്റെ നല്ല ദാസനെ എന്ന് ദൈവം പറയുന്നു. Well done, my faithful. വിശ്വസ്തനായ എന്റെ നല്ല ദാസൻ, നീ നല്ല കാര്യം നന്നായി ചെയ്തിരിക്കുന്നു. So what happens when I'm faithful? അവിശ്വസനാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Number 1, ഒന്ന്, God says, well done. നാം വിശ്വസ്തരാകുമ്പോൾ ദൈവം പറയുന്നു ഒന്നാമതായി, Man may not say well done. മനുഷ്യൻ അങ്ങനെ പറയണമെന്നില്ല. Man may not see also. മനുഷ്യൻ നിങ്ങളെ കാണണമെന്ന് തന്നെ ഇല്ല. Man may not understand also. നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. When my heart is right, എന്റെ ഹൃദയം ശരിയായിരിക്കുമ്പോൾ I want to hear well done from God, not the man of God. ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ എനിക്ക് നല്ല ദാസനെ എന്നുള്ള വിളി ദൈവത്തിൽ നിന്നാണ് കേൾക്കേണ്ടത്, മനുഷ്യരിൽ നിന്നല്ല. The problem starts, പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്, we want to hear from the man of God, not God. നാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കാതെ മനുഷ്യരിൽ നിന്ന് നല്ലതെന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. So when I'm faithful, എന്റെ വിശ്വസ്തത God will see. ദൈവം കാണും. Faithful. David was faithful. ദാവീദ് വിശ്വസ്തനായിരുന്നു. God is watching. ദൈവം തന്നെ വീക്ഷിക്കുകയാണ്. This boy, ഈ ബാലകൻ he's faithful to his father. തന്റെ പിതാവിനോട് വിശ്വസ്തനാണ്. He took care of the sheep. ആടുകളെ താൻ മേയിക്കുന്നു. When the lion came, ഒരു സിംഹം വന്നപ്പോൾ he could have run away. അവൻ ഓടിപ്പോയില്ല. He could have run away home. അവൻ ഓടിപ്പോയില്ല. He could have taken the sheep and gone home. അവൻ ഒരുപക്ഷെ ആടുകളെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. He didn't do this. അവൻ അങ്ങനെ ചെയ്തില്ല. God is watching. ദൈവം അത് വീക്ഷിക്കുകയാണ്. He put his life തന്റെ ജീവൻ to save that one sheep. ഒരാടിനെ രക്ഷിക്കുവാൻ തന്റെ ജീവൻ അവൻ നൽകി. David's father did not see. ദാവീദിന്റെ പിതാവ് അത് കണ്ടില്ല. David's father didn't say well done. നല്ല ദാസനെ, നന്നായി നീ ചെയ്തു മകനെ എന്ന് ദാവീദിന്റെ പിതാവ് പറഞ്ഞില്ല. But God was watching. ദൈവം അത് കണ്ടു. Saul is failing. ശൗൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. I need somebody in place of Saul. ശൗലിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ ആവശ്യമാണ്. God is looking for Israel. ദൈവം ഇസ്രായേലിൽ ആകമാനം പരതി നോക്കിക്കൊണ്ടിരിക്കുന്നു. He couldn't find anybody. ആരെയും അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. Suddenly, പെട്ടെന്ന് see, but David, ഇതാ ഇശായിയുടെ മകനായിരിക്കുന്ന see what he's doing. അവൻ ചെയ്യുന്നത് കാണുന്നു. He put his life for one sheep. ഒരു ആടിനു വേണ്ടി തന്റെ ജീവൻ അപ്പാടെ അവൻ നൽകി. If he can give his life for one sheep, ഒരു ആടിനു വേണ്ടി തന്റെ ജീവൻ അവൻ നൽകുവാൻ കഴിഞ്ഞാൽ how much more when he becomes the king of Israel? ഇസ്രായേലിന്റെ രാജാവായി അവൻ തീർന്നാൽ എത്ര അധികമായി ചെയ്യുവാൻ അവന് സാധിക്കും. God is looking for faithfulness. ദൈവം വിശ്വസ്തതയാണ് നോക്കുന്നത്. Faithful in talents, God gave cities. വിശ്വസ്തരായിരിക്കുന്നവർക്ക്, താലന്തുകളിൽ വിശ്വസ്തരായിരുന്നവർക്ക് ദൈവം പട്ടണങ്ങൾ നൽകുവാനിടയായി. You be faithful in the house of God. ദൈവത്തിന്റെ ഭവനത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ God will open up cities for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളുടെ വാതിലുകളെ തുറക്കുവാനിടയാകും. All over Kerala, കേരളത്തിലെമ്പാടും, all over India, ഭാരതത്തിലെങ്ങും, all over the world. ലോകത്തിലാകമാനം You will not only have Malayalam churches. നിങ്ങൾ മലയാള സഭകൾ മാത്രമല്ല ആരംഭിക്കുന്നത്. You'll have English churches, ഇംഗ്ലീഷ് ആരാധനകൾ, Chinese churches, ചൈനീസ് ആരാധന, Russian churches, റഷ്യൻ ആരാധന, Hindi churches, ഹിന്ദി ആരാധന, Arabic churches, അറബി ആരാധന, churches in Egypt, ഈജിപ്തിൽ, churches in America, അമേരിക്കയിൽ, churches in Canada, കാനഡയിൽ,
churches all over the world. ലോകത്തിൽ South America. Shukra. Oh, hallelujah. Principle. തത്വം. What is devil doing? എന്താണ് പിശാച് ചെയ്യുന്നത്? He is breeding unfaithfulness in the lives of people. ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവിശ്വസ്തത ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. Lust of the eye, lust of the flesh, pride of life. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. Faithfulness brings the authority. വിശ്വസ്തതയാണ് അധികാരത്തെ പകർന്നു നൽകുന്നത്. Loyalty, integrity, faithfulness. വിധേയത്വം, സത്യസന്ധത, വിശ്വസ്തത. Because we are anointed, നാം അഭിഷിക്തരായതിനാൽ, because God is with us, ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ, because we pray and the miracles happen, നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു, because we see prosperity of God, ദൈവത്തിന്റെ ആ അനുഗ്രഹം നാം because we have the കാണുന്നതിനാൽ, authority from God, ദൈവത്തിൽ നിന്ന് അധികാരം നാം പ്രാപിക്കുന്നതിനാൽ, we have to be more and more humble. നാം വളരെ വളരെ താഴ്മയുള്ളവരായി തീരണം. Jesus Christ, യേശു കർത്താവ് he was a son. പുത്രനായിരുന്നു. He represented the Father. പിതാവിന്റെ പ്രതിനിധിയായിരുന്നു. And he said, അവൻ പറഞ്ഞു, you see me, you see the Father. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. You see me, you see the Father. എന്നെ കാണുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിനെ You see കാണുന്നു. me, you see the Father. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. He comes from Father. അവൻ പിതാവിൽ നിന്ന് വന്നു. The highest authority in heaven, on the earth, under the earth. ഈ സ്വർഗത്തിന് മീതെ, ഭൂമിയിൽ ഭൂമിക്ക് മീതെ കീഴെയുള്ള സകലത്തിനും മീതെയുള്ള അധികാരം. He had all power. When people came with sword to arrest him, ആളുകൾ അവനെ അറസ്റ്റ് ചെയ്യുവാനായി കടന്നു വന്നപ്പോൾ എല്ലാ അധികാരവും, when people spat on him, he had the power to push them to hell. ആളുകൾ അവന്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവരെ തള്ളിക്കളയുവാനുള്ള ആ എല്ലാ അധികാരവും അവനുണ്ടായിരുന്നു. When the woman was caught in adultery, ആ സ്ത്രീയെ, പാപിനിയായ സ്ത്രീയെ പാപത്തിൽ അവർ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ only he had the authority to stone her, because he was the God of judgment. അവൻ നീതിയുടെ ന്യായവിധിയുടെ ദൈവമായതുകൊണ്ട് യേശുവിന് മാത്രമേ അവരുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. But Pastor Tino, അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ this is what he said. ഇങ്ങനെ പറയുന്നു, Son of God came not to be served, but to serve. ദൈവപുത്രൻ കടന്നു വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും അത്രേ. Your sons will become faithful fathers when the father will love the children with faithfulness before God. പിതാവ് തന്റെ മക്കളെ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തയോടുകൂടെ സ്നേഹിക്കുമ്പോൾ മക്കൾ ആ പിതാവിന് വിശ്വസ്തരായ മക്കളായി മാറുവാനിടയാകും. What is the role of the father? എന്താണ് പിതാവിന്റെ ചെയ്യേണ്ട കടമ? Lead them, not load over them. അവരെ നയിക്കുക, അവരുടെ മേൽ ഭാരം കെട്ടിവെക്കുകയല്ല. You're not the boss, you're not the manager, you are the father. നിങ്ങളൊരു യജമാനനല്ല, കാര്യദർശിയല്ല, പിതാവാണ്. Be example of love, faith, purity, care, power. സ്നേഹത്തിന്റെയും ശക്തിയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഒരു ഉദാഹരണമായി മാറുക. Love people and use things, not use people and love things. ആളുകളെ സ്നേഹിക്കുക, ആളുകളെ ഉപയോഗിക്കുകയല്ല. Don't control or manipulate, but lead them by the Holy Spirit. നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുകയല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മനിറവിൽ അവരെ നയിക്കുക. One of the things in my leadership, എന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു കാര്യം, I'm a senior pastor among the thousands of pastors we have. ഞങ്ങൾക്കുള്ള 1000-ലധികം പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഞാനൊരു സീനിയർ പാസ്റ്ററാണ്. Like the archbishop, bishop. ഒരു ബിഷപ്പിനെ പോലെയാണ്. But I love to pastor churches. പക്ഷേ സഭകളിൽ പോയി ശുശ്രൂഷിക്കുവാനാണ് എനിക്ക് ആഗ്രഹം. And listen, one thing I learned. ഞാൻ പഠിച്ചൊരു കാര്യം, I am so accessible to people. ഞാൻ ജനങ്ങളോട് വളരെ വളരെ അടുത്തിടപഴകുന്നു. Hello? Anybody could meet Jesus. Anybody could meet Jesus. Anybody could meet Jesus. ആർക്കും യേശുവിനെ കാണുവാൻ കഴിയും. Are you there? Jesus was available for everybody.
യേശു കർത്താവ് എല്ലാവരുടെ അടുക്കലില്ലായിരുന്നു. We have a new culture coming in the world. ഈ ലോകത്തിൽ ഇപ്പോൾ നമുക്കൊരു പുതിയ സംസ്കാരം കടന്നു വരുന്നുണ്ട്. Anointed one, don't disturb him. അഭിഷിക്തനായവൻ, അദ്ദേഹത്തെ ശല്യം ചെയ്യരുത്. Don't touch him. അദ്ദേഹത്തെ സ്പർശിക്കരുത്. Don't disturb him. അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, ശല്യം ചെയ്യരുത്. It's good for the ministry time. അത് ശുശ്രൂഷ സമയത്ത് നല്ലതാണ്. When the ministry is over, എന്നാൽ ശുശ്രൂഷ കഴിയുമ്പോൾ meet people, love people, care for people. ആളുകളെ സ്നേഹിക്കുക, ആളുകളെ കരുതുക, അവരോടൊപ്പമാവുക. Jesus said to Peter, യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, Peter, do you love me? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? Yes, Lord. അതേ കർത്താവേ. Do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Yes, Lord. അതേ കർത്താവേ. Do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Yes, Lord. അതേ കർത്താവേ. What Jesus said? യേശു എന്താ പറഞ്ഞത്? You love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Feed my sheep. Take care of my sheep. എന്റെ ആടുകളെ നോക്കുക. Father, when he loves his sheep, the Father in heaven is happy. പിതാവ് ആട്ടിൻ പറ്റങ്ങളെ സ്നേഹിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് സന്തുഷ്ടനാകുന്നു. When you love, നിങ്ങൾ സ്നേഹിക്കുമ്പോൾ you love God. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു. Loving God is loving people. Loving people is my love for God. ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹം ജനത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ജനത്തെ സ്നേഹിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. Now for sons, മക്കളുടെ കാര്യം I told about the father. പിതാവിനെ കുറിച്ചാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. How many sons are here? ഇവിടെ എത്ര പേരുണ്ട്? What is the role of the son? മക്കളുടെ പ്രത്യേകത എന്താണ്? Son's role is to respect the father. പിതാവിനെ ബഹുമാനിക്കുക. Now because in our natural realm we have no relationship with the father, that is why sometimes we don't understand heavenly father's love. പലപ്പോഴും ഈ ഭൗമിക തലത്തിൽ നമ്മുടെ പിതാവുമായി നമുക്ക് ബന്ധമില്ല. അതുകൊണ്ടാണ് ദൈവികമായ അഭൗമ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തത്. Because in our culture, നമ്മുടെ സംസ്കാരത്തിൽ, also Malayali culture, മലയാളി സംസ്കാരത്തിലും fathers don't hug children. പിതാക്കന്മാർ മക്കളെ ആലിംഗനം ചെയ്യാറില്ല. They will not even hold the wife's hand. ഭാര്യമാരുടെ കയ്യിൽ പിടിക്കുക പോലും ചെയ്യാറില്ല. Correct? Only on the wedding day they are together. വിവാഹ ദിവസം മാത്രമേ അവരങ്ങനെ ചെയ്യൂ. Once the wedding is over, വിവാഹം കഴിഞ്ഞാൽ husband is the head and wife is the tail. ഭർത്താവ് മുൻപിൽ പോകും, ഭാര്യ വാല് പോലെ പിന്നാലെ വരും. Wife will cook, husband will eat. ഭാര്യ പാചകം ചെയ്യും, ഭർത്താവ് തിന്നും. She will wash the utensils. അവൾ പാത്രങ്ങൾ കഴുകും. Husband is praying, stotram, stotram. ഭർത്താവ് സ്തോത്രം പറഞ്ഞ് കൂർക്കം വലിച്ചു ഉറങ്ങും. But listen, in the house of God, എന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ you are not a Malayali culture. അവിടെ മലയാളി സംസ്കാരമല്ല, we are a kingdom culture. അവിടെ ദൈവരാജ്യത്തിന്റെ സംസ്കാരമാണ്. So husband, ഭർത്താവ്, if you wait for your wife, you and your wife can eat together. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആഹാരം കഴിക്കുവാൻ സാധിക്കും. So sons, അതുകൊണ്ട് മക്കൾ, you have to respect your father. നിങ്ങളുടെ പിതാവിനെ ബഹുമാനിക്കണം. Honor him. അദ്ദേഹത്തെ ബഹുമാനിക്കണം. Pray for him. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Flow with the vision. അദ്ദേഹത്തിന്റെ ദർശനത്തോടൊപ്പം നിങ്ങളും You may not ഒഴുകണം. understand everything. You may not understand everything. അദ്ദേഹം പറയുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വരികയില്ല. I never understood my father. എന്റെ പിതാവിനെ ഞാൻ ശരിയായി മനസ്സിലാക്കിയില്ല. Sometimes I never understood my spiritual father. എന്റെ ആത്മീക പിതാവിനെയും അതുപോലെ ഞാൻ പലപ്പോഴും ശരിയായി മനസ്സിലാക്കിയില്ല. But God taught me one thing. എന്നാൽ ദൈവം എന്നെ ഒരു കാര്യം To be പഠിപ്പിച്ചു. faithful. വിശ്വസ്തനായിരിക്കുമ്പോൾ, Not to backstab him. വിശ്വസ്തനായിരിക്കുമ്പോൾ ഒരിക്കലും പിന്നിൽ നിന്ന് Not to do മാറ്റരുത്. anything against him. അവനെതിരായി ഒന്നും പറയരുത്. If father does something legally wrong, പിതാവ് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ, if the father goes and buys drugs, I don't want you to support your father. Are you there? നിങ്ങളുടെ പിതാവ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ പിന്താങ്ങൽ നൽകണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. If tomorrow he becomes a terrorist, I don't want to say, oh, he's my father, I will go with him. You will go with him in the prison. നിങ്ങളുടെ പിതാവ് ഒരു ഭീകരവാദിയായി തീർന്നാൽ ഞാനും എന്റെ അപ്പന്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമോ? When I say faithfulness, I want you to be faithful to guard and protect and respect the man of God.
വിശ്വസ്തൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന് നാം വിശ്വസ്തരായി നിൽക്കണം. ദൈവിക ദാസനെ, ആ ദൈവത്തിന്റെ ദാസനെ നാം സംരക്ഷിക്കണം എന്നുള്ളതാണ്. Your willingness to agree and stand in prayer for the vision to come to pass. ആ ദർശനം സ്വായത്തമാകുവാൻ, പൂർത്തീകരിക്കുവാൻ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള നിങ്ങളുടെ താല്പര്യം. Abide in the counsel. ആ ഉപദേശത്തിൽ നിങ്ങൾ ചേർന്ന് വസിക്കുക. I cannot just function. കണ്ണുകൾക്ക് പ്രവർത്തിക്കുവാൻ This കഴിയുകയില്ല. is the body. ശരീരമാണ്. If there is a whole body, this is the whole body. ഇത് ശരീരമാണെങ്കിൽ Each one is unique. ഓരോരുത്തരും അവരിൽ തന്നെ വ്യത്യസ്തതയുള്ളവരാണ്. This man is unique. ഈ ദൈവദാസൻ വ്യത്യസ്തതയുള്ളയാളാണ്. When you look at him, അദ്ദേഹത്തെ നോക്കുമ്പോൾ you may not think it's unique. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വ്യത്യസ്തതയുള്ളതായി തോന്നുകയില്ല. But you pray, എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ask God, ദൈവം, why have you put him in our church? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നതെന്ന് God ചോദിക്കുമ്പോൾ will show you he can do something that Pastor Tinu cannot do. ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവം പറയും, പാസ്റ്ററിന് ചെയ്യുവാൻ കഴിയാത്ത എന്തോ ഒന്ന് അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയും. What the eye can do, this finger cannot do. കണ്ണ് ചെയ്യുവാൻ കഴിയുന്നത് വിരലിന് സാധിക്കുകയില്ല. What this nose can do, this ear cannot do. മൂക്കിന് ചെയ്യുവാൻ കഴിയുന്നത് ചെവിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. What you sisters can do, brothers cannot do. സഹോദരിമാർക്ക് ചെയ്യുവാൻ കഴിയുന്നത് സഹോദരന്മാർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. Please understand. മനസ്സിലാക്കുക. So as sons, we have to take our position in the body of Christ. ദൈവസഭയാകുന്ന ശരീരത്തിൽ മക്കളായി നാം സ്ഥാനം പിടിക്കുമ്പോൾ, How many say amen? എത്ര പേർ അതിന് ആമേൻ പറയും? As a leadership, ഒരു നേതൃത്വം എന്ന നിലയിൽ this is for pastor and everybody. ദൈവത്തിന്റെ ദാസനും എല്ലാവരുമാണത്. Respect must be earned and not demanded. ദൈവദാസനും എല്ലാവർക്കും ഉള്ളത് ബഹുമാനം എന്ന് പറയുന്നത് നമുക്ക് സ്വമേധയാ ലഭിക്കുന്നതാണ്, അല്ലാതെ നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ല. Whether it is husband and wife, ഭാര്യ ഭർത്താവായിരുന്നാലും, pastor and congregation, കർത്തദാസനും സഭയുമായിരുന്നാലും, or in the society. അതല്ല സമൂഹമായിക്കൊള്ളട്ടെ, You cannot say, come on, respect me, I'm a man of God. ഒരാളുടെ കഴുത്തിൽ പിടിച്ചിട്ട് ഞാനൊരു ദൈവദാസനാണ്, എന്നെ ബഹുമാനിക്കണമെന്ന്, I got more abhishekam. എനിക്ക് കൂടുതൽ അഭിഷേകമുണ്ട്, You can't demand it. അങ്ങനെ ആവശ്യപ്പെടുവാൻ കഴിയുകയില്ല. The moment I serve him, ആ നിമിഷം നിങ്ങൾ അവനെ കണ്ടപ്പോൾ, moment I love him, അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോൾ, the respect will be earned and not demanded. നമ്മളോടുള്ള ബഹുമാനം സ്വമേധയാ കടന്നു വരും. അതൊരിക്കലും നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാവുകയില്ല. Are you learning? Number 2, രണ്ടാമതായി, in leadership, നേതൃത്വത്തിൽ communication is important. ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. Today you communicated the vision of the building. ഇന്ന് ഈ സഭാ ഹാളിന്റെ പുതിയ ആരാധനാലയത്തിന്റെ ദർശനത്തെ കുറിച്ച് ആശയവിനിമയം നടത്തി. You have to sit with him and communicate your heart. നിങ്ങൾ ദൈവദാസനോടൊപ്പം ഇരുന്ന് നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കണം. Pastor, I'm with you. കർത്താവിന്റെ ദാസനെ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, Let's do together. നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം. You're not alone. നിങ്ങൾ ഒറ്റയ്ക്കല്ല. I may not be able to give you money, but I can give you something that money cannot give. എനിക്കൊരു പക്ഷെ പണം നൽകുവാൻ കഴിയുകയില്ല, പക്ഷെ പണത്തിന് ചെയ്യാൻ കഴിയാത്തത് നൽകുവാൻ എനിക്ക് സാധിക്കും. I can give you my time. എന്റെ സമയം ഞാൻ നിങ്ങൾക്ക് നൽകാം. I can give you my faithfulness. എന്റെ വിശ്വസ്തത ഞാൻ നൽകാം. I can give you my life. എന്റെ ജീവൻ ഞാൻ നൽകാം. More than 1 crore rupees, 5 crore rupees, my life is more valuable. 1 കോടി രൂപയേക്കാൾ, 5 കോടി രൂപയേക്കാൾ എന്റെ ജീവിതം, എന്റെ സമയം വിലപ്പെട്ടതാണ്. So you want to communicate to him. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ദൈവദാസനോട് ആശയവിനിമയം നടത്തണം. If you don't communicate, ആശയവിനിമയം നടത്തുന്നില്ല he എങ്കിൽ will not know. അദ്ദേഹം അത് അറിയില്ല. He'll be praying. അദ്ദേഹം പ്രാർത്ഥിക്കും, You'll be praying. നിങ്ങളും We'll പ്രാർത്ഥിക്കും. be only praying. നിങ്ങൾ പ്രാർത്ഥിക്കുക There മാത്രം is a ചെയ്യും. time to pray. പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട്. There is a time for body to work together. അപ്പോൾ തന്നെ ശരീരം ഒരുമിച്ച് So പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. leadership is working. അതുകൊണ്ട് നേതൃത്വം പ്രായോഗികമാകണം. You understand this? നിങ്ങളിത് മനസ്സിലാക്കുക. Hello. So communication is important. അതുകൊണ്ട് ആശയവിനിമയം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. What you need is not just money. പണമല്ല ആവശ്യം, You need people.
ആളുകളെയാണ് You ആവശ്യം, need faithfulness. വിശ്വസ്തതയാണ് You ആവശ്യം, need loyalty. ആ വിധേയത്വമാണ് You ആവശ്യം. need to see the vision go all over the world. ഈ ലോകത്തിലാകമാനം ഈ ദർശനം വ്യാപരിക്കേണ്ടതാണ് So ആവശ്യം. when you communicate what you need, എന്താണ് ആവശ്യം അത് വിനിമയം ചെയ്യുമ്പോൾ then people will say, okay, I can give you this. ആളുകൾ പറയും എനിക്കിത് നൽകുവാൻ കഴിയും. Together we can do it. ഒരുമിച്ച് നമുക്കത് ചെയ്യുവാൻ കഴിയും. Lastly, അവസാനമായി in the leadership, നേതൃത്വത്തിൽ there has to be eternal perspective. ഒരു നിത്യമായിരിക്കുന്ന പരിപ്രേക്ഷ്യമുണ്ടായിരിക്കണം, കാഴ്ചപ്പാടുണ്ടായിരിക്കണം. Whatever you do, നിങ്ങൾ എന്ത് ചെയ്താലും we have to keep eternity in mind. നിങ്ങളുടെ മനസ്സിൽ ആ നിത്യതയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. When I did what I did today, ഞാൻ ഇന്ന് ചെയ്തത്, I have one desire in my heart. എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. My Father and my Lord Jesus will say, well done, my son, Shekhar. എന്റെ പിതാവും എന്റെ കർത്താവും എന്നോട് പറയും, ശേഖർ എന്റെ മകനെ നീ നന്നായി ചെയ്തിരിക്കുന്നു. So when I have that eternal perspective, എനിക്ക് നിത്യതയുടെ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ I want to do everything when God will say, Shekhar, my son, I am proud of you. ശേഖർ എന്റെ മകനെ നിന്നെ കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ എല്ലാ കാര്യങ്ങളും നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്യുവാനിടയാ. So when I have that eternal perspective, ആ നിത്യതയുടെ കാഴ്ചപ്പാട് എനിക്കുള്ളിടത്തോളം then I will always be honest in my inner man. എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ വിശ്വസ്തതയുള്ളവനായി തുടരും. My yes will be yes and my no will be no. എന്റെ ഊവ് എന്നുള്ളത് ഊവ് എന്ന് തന്നെയും When I അല്ല say- എന്നുള്ളത് അല്ല എന്ന് തന്നെയുമായിരിക്കും. When I say I love you, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ I will love you. ഞാൻ നിങ്ങൾ ആരായിരിക്കുന്നു എന്നതിനാൽ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിനാലല്ല. Church. ഈ സഭയ്ക്ക് വേണ്ടി പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I've shared the vision of the relationship. ബന്ധങ്ങളുടെ ആ ദർശനം ഞാൻ ഇവരുടെ മേൽ പകരുന്നു. Of the principle of 2 Timothy 2:2. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലെ ആ തത്വങ്ങൾ ഞാൻ ഇവരുടെ മേൽ പകരുന്നു. That this church will be a movement of the Holy Spirit till the coming of Jesus. യേശു കർത്താവിന്റെ പുനരാഗമനം വരെയും ഈ സഭ പരിശുദ്ധാത്മാവിന്റെ ഒരു മുന്നേറ്റമായി തീരുവാനിടയാകണം. It will not stop with Pastor Tino, though it started with Pastor Tino. പാസ്റ്റർ ടിനുവിൽ ഇത് ആരംഭിച്ചുവെങ്കിലും പാസ്റ്റർ ടിനുവിൽ ഇത് അവസാനിക്കുവാനിടയാകരുത്. It will continue. If you don't come for next 1,000 years, this church will be continuing to be a movement of the Holy Spirit for next 1,000 years. കർത്താവെ അടുത്ത 1000 വർഷം അവിടുന്ന് കടന്നു വന്നില്ല എങ്കിൽ ആ 1000 വർഷങ്ങൾ ഒരു വലിയ മുന്നേറ്റമായി ഈ ദൈവത്തിന്റെ സഭ മുന്നേറുവാനിടയാകണം. Give us the gift of faithfulness, വിശ്വസ്തതയുടെ ആ ദാനം ഞങ്ങൾക്ക് നൽകണമേ. loyalty in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് വിശ്വസ്ത നൽകണമേ. Amen. ആമേൻ. Now let me quickly give you a leadership principle. വളരെ വേഗത്തിൽ ചില നേതൃത്വ തത്വങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ. How can an ordinary man become extraordinary? How can an ordinary woman become extraordinary? ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക്, സാധാരണക്കാരിയായ വ്യക്തിക്ക് അസാധാരണക്കാരിയായി എങ്ങനെ മാറുവാൻ കഴിയും? Judges chapter 3 verse 3. 31. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. Judges chapter 3 verse 31. 3-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. This is what the Bible says. വേദപുസ്തകം പറയുന്നു, After him, അവനുശേഷം Shamgar the son of Anath, ആനത്തിന്റെ മകനായിരിക്കുന്നവൻ who killed 600 Philistines 6000 ഫിലിസ്ത്യന്മാരെ കൊന്നവൻ, with an ox goad, ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് he delivered also Israel. എല്ലാ ഇസ്രായേലിനെയും വിടുവിച്ചു. Now listen carefully. ശ്രദ്ധിക്കുക, Look at me, look at me, look at me. എന്നെ നോക്കുക. Who was Shamgar? This only talks about Shamgar, this scripture. That's all. ആ വേദപുസ്തകത്തിൽ മാത്രമാണ് ഷാംഗറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Who was he? അവൻ ആരായിരുന്നു? He was not a prophet. അവൻ പ്രവാചകനായിരുന്നില്ല. He was not a Levite. അവനൊരു ലേവ്യനായിരുന്നില്ല. He was not the man of God. അവനൊരു ദൈവദാസനായിരുന്നില്ല. He was an ordinary farmer. അവനൊരു സാധാരണക്കാരനായ കർഷകനായിരുന്നു. How did an ordinary farmer become a judge of Israel? എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ കർഷകൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി മാറിയത്? He had an ox goad in his hand. അവന്റെ കയ്യിൽ ഒരു കഴുതത്താടിയിലുണ്ടായിരുന്നു. An ox goad a farmer uses to dig the ground, fallow ground. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. The ox goad is used to dig the fallow ground. നിലം മുറിക്കുവാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. That's all he had in his hand. അവന്റെ കൈവശം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. How did an ordinary man become extraordinary?
എങ്ങനെ ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണക്കാരനായി മാറുവാൻ കഴിയും? There's a leadership principle. അതൊരു നേതൃത്വ തത്വമാണ്. From Genesis to Revelation. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. There's one Genesis to Revelation, one leadership principle I'm going to give you. വെളിപ്പാട് പുസ്തകം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള നിലനിൽക്കുന്ന ഒരു നേതൃത്വ തത്വം ഞാൻ പറയുകയാണ്. Number 1. ഒന്നാമതായി, use what you have. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ഉപയോഗിക്കുക. Many times പലതവണ we don't use what we have. നമ്മുടെ പക്കൽ ഉള്ളതിനെ നമ്മൾ ഉപയോഗിക്കാറില്ല. We always pray for what we don't have. നമുക്കില്ലാത്തതിനു വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. God, only if I have a big house, you can use my house. ദൈവമേ, എനിക്കൊരു വലിയ വീടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്നെ ഉപയോഗിക്കുവാനോ ഭവനത്തെ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. God, if I had more time, I can do some ministry for you. എനിക്ക് അല്പം കൂടെ സമയമുണ്ടായിരുന്നുവെങ്കിൽ ചില ശുശ്രൂഷകൾ ചെയ്യാമായിരുന്നു. God, I'm alone. Give me a wife, give me a husband, then you can use me. ദൈവമേ, ഞാൻ ഏകയാണ്, എനിക്കൊരു ഭാര്യ നൽകണമേ, ഭർത്താവിന് നൽകണമേ, അപ്പോൾ എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. We always pray for what we do not have നമുക്ക് ഇല്ലാത്തതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. and don't avail ourselves to be used by God today. എന്നാൽ ഇന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. One principle. ഒന്നാമത്തെ തത്വം, use what you have. നിങ്ങൾക്ക് ഉള്ളത് ഉപയോഗിക്കുക. The little boy with 5 loaves and 2 fishes, 5 അപ്പവും 2 മീനുമുള്ള ചെറുബാലൻ, nobody knows his name. അവന്റെ പേര് ആരും അറിഞ്ഞില്ല. When I go to heaven, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ I'm going to look for that guy. ഞാൻ ആ ചെറുപ്പക്കാരനെ നോക്കും. He's no more kulla, he's become a young man. അവനൊരു ചെറുപ്പക്കാരനായിരിക്കില്ല, വലിയവനായി. I'm going to ask Jesus, I'm going to ask Apostle, where is that boy who brought 5 loaves and 2 fishes? യേശുവിനോട് ഞാൻ ചോദിക്കും, അപ്പോസ്തലന്മാരോട് ചോദിക്കും, 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ആ ബാലകൻ എവിടെ? I want to hug him and kiss him and tell him, many times I preached about you. ഞാൻ അവനെ ആലിംഗനം ചെയ്ത് ചുംബനം നൽകിയിട്ട് ഇങ്ങനെ ഞാൻ പറയും, പലതവണ ഞാൻ നിന്നെ കുറിച്ച് പ്രസംഗിച്ചു. Tell me what was your name when you were down. നിന്റെ പേരെന്തായിരുന്നു എന്ന് പറയാമോ? Now listen to this. ശ്രദ്ധിക്കുക. 5 loaves, 2 fishes. 5 അപ്പം 2 മീൻ. His mother gave it for him. അവന് ഭക്ഷിക്കുവാനായി മാതാവ് നൽകിയത്. But he used what he had. He gave it to Jesus. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അവൻ യേശുവിന് നൽകി. Moses gave his staff. മോശ തന്റെ കയ്യിലെ ആ വടി ദൈവത്തിന് നൽകി. Hannah had nothing to offer. She gave the tears. ഹന്നയ്ക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അവളുടെ കണ്ണുനീർ അവൾ ദൈവത്തിന് നൽകി. David gave the stones. ദാവീദ് ആ കല്ലുകൾ ദൈവത്തിന് നൽകി. And it slew Goliath. അത് ആ ഗോലിയാത്തിന് നേരെ എറിഞ്ഞു. Use what you have. നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിക്കുക. You're using this building. നാം ഈ കെട്ടിടം ഉപയോഗിക്കുകയാണ്. You're using what God has given you. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഉപയോഗിക്കുക. And many times we only pray what we don't have. പലപ്പോഴും നമുക്കില്ലാത്തതിനു വേണ്ടി മാത്രമാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. God has given you the body. ദൈവം നമുക്ക് ശരീരം God has നൽകിയിരിക്കുന്നു. given you time. ദൈവം നമുക്ക് സമയം God has given you family. കുടുംബം നൽകിയിരിക്കുന്നു. God has given you health. ആരോഗ്യം നൽകിയിരിക്കുന്നു. God has given you desire. ദൈവം ആഗ്രഹങ്ങളെ നൽകിയിരിക്കുന്നു. God has given you wonderful pastor. ദൈവം നിങ്ങൾക്ക് നല്ലൊരു ദൈവദാസനെ God has നൽകിയിരിക്കുന്നു. given you wonderful church. നല്ലൊരു സഭ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. Use what you have. നിങ്ങൾക്കുള്ളത് ഉപയോഗിക്കുക. Number 2. രണ്ടാമതായി, Second principle. രണ്ടാമത്തെ തത്വം, Do what you can. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യുക. What you can do, എന്താണ് നിങ്ങൾക്ക് കഴിയുന്നത് you do. അത് നിങ്ങൾ ചെയ്യുക. You can pray. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. You can give. നിങ്ങൾ കൊടുക്കുവാൻ കഴിയും. You can help. സഹായിക്കുവാൻ കഴിയും. You can enjoy the favor of blessing others. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിന്റെ പ്രസാദം ആസ്വദിക്കുവാൻ കഴിയും. Do what you can. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് But ചെയ്യുക. very often we don't do. പക്ഷെ പലപ്പോഴും നമ്മൾ അത് ചെയ്യുന്നില്ല. We don't do what we can. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് What ചെയ്യുന്നില്ല. this boy did, ഈ ബാലൻ എന്താ ചെയ്തത്? he had 5 loaves, 2 fishes. 5 അപ്പവും 2 മീനും. What he could do? എന്ത് ചെയ്യണം? Jesus is asking for food. യേശു ഭക്ഷണം തിരയുകയാണ്. Disciples are saying we don't have food. ആ ശിഷ്യന്മാർ അവിടെയും ഇവിടെയും അന്വേഷിച്ച് പറയുകയാണ്, ഭക്ഷണമില്ല. The treasurer said, Pastor, Jesus, yesterday crusade, we forgot to take the offering. So no money to buy food also. അവർ പറഞ്ഞു,
യേശുവേ, അല്ലയോ പാസ്റ്ററെ, ഇന്നലത്തെ ക്രൂസൈഡിൽ നമ്മൾ പണമെടുക്കാൻ അല്ലെങ്കിൽ സ്തോത്രകാഴ്ച എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കുവാനുള്ള പണമില്ല. This boy is listening. ഈ ബാലൻ പറയുന്നു, Do what you can. അവൻ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുക. One principle. ഒന്നാമത്തെ തത്വം, Use what you have. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് Second ചെയ്യുക. principle. രണ്ടാമത്തെ തത്വം, Do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് He ചെയ്യുക. gave it as an offering to Jesus. യേശുവിന്റെ മുമ്പിൽ ഒരു തിരുമുൽ കാഴ്ചയായി അവൻ Moses അർപ്പിച്ചു. gave the staff. മോശ തന്റെ വടി നൽകി. What did David do? ഡേവിഡ് എന്താ ചെയ്തത്? Use what you have. അവന്റെ കയ്യിലുള്ളത് ഉപയോഗിച്ചു. Do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുക. Stone he threw. അവൻ ആ കല്ലുകൾ എറിഞ്ഞു. We can pray, നമുക്ക് പ്രാർത്ഥിക്കാം, but we don't pray. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. We can study the word, ദൈവവചനം പഠിക്കുവാൻ കഴിയും, but we don't study the നമ്മൾ word. അങ്ങനെ ചെയ്യാറില്ല. We have to be faithful to the vision, ഈ ദർശനത്തോട് വിശ്വസ്തരായിരിക്കാൻ but കഴിയും, we don't become faithful to vision. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ We ആകുന്നില്ല. only want blessing, 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 blessing. നമുക്ക് അനുഗ്രഹം അനുഗ്രഹം മാത്രം മതി. More anointing, more anointing, more anointing. ഒരുപാട് അഭിഷേകം അഭിഷേകം. It is like this glass. അത് ഈ ഗ്ലാസ് പോലെയാണ്. This glass is 100 ml can be filled. ഈ ഗ്ലാസ്സിൽ 100 ml വെള്ളം നിറയ്ക്കുവാൻ കഴിയും. After 100 ml is full, അത് നിറച്ചു കഴിയുമ്പോൾ അത് പൂർണ്ണമായി നിറയുന്നു. you can't fill it more. ഇനി വീണ്ടും അതിൽ നിറയ്ക്കുവാൻ കഴിയുകയില്ല. Third principle. മൂന്നാമത്തെ തത്വം, Start where you are. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. Where you are, start. എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. Some people said, I got a ministry for Muslims. ചില ആളുകൾ പറയും, എനിക്ക് മുസ്ലിംകളുടെ ഇടയിൽ ശുശ്രൂഷയുണ്ട്, I am going to Gulf അതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് because I പോവുകയാണ്, got ministry for Muslims. എനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യണം. First start with the Muslims in this area. പക്ഷെ അങ്ങനെയല്ല, ആദ്യം നിങ്ങളുടെ അടുത്തുള്ളവരോട് ശുശ്രൂഷ You don't ചെയ്യണം. have to go love of God shed abroad. നിങ്ങൾ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ അങ്ങ് വിദേശത്ത് പോകണമെന്നില്ല. So number one, ഒന്നാമതായി use what you have. നിങ്ങൾക്കുള്ളത് ഉപയോഗിക്കുക. Number two, രണ്ടാമതായി do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന Number three, മൂന്നാമതായി start where you are. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തു നിന്ന് തുടങ്ങുക. Look at me, I close. ശ്രദ്ധിക്കുക. Shamgar was working in the field. ഷാംഗാർ ആ വയലിൽ വേല ചെയ്യുകയായിരുന്നു. 600 Philistines are doing drill every day. 6000 ഫിലിസ്ത്യർ ഓരോ ദിവസവും പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. When the drill is over, അവരുടെ പരിശീലനം because there പൂർത്തിയാകുമ്പോൾ, was no war, കാരണം അവിടെ യുദ്ധമില്ലായിരുന്നു, so there was only drill. അവിടെ പരിശീലനം മാത്രമാണ്. So they were in a foreign land. The Philistines were in the foreign land. ഫിലിസ്ത്യർ മറ്റുള്ളവരുടെ ദേശത്താണ്. So every Israelite were hiding. അതുകൊണ്ട് ഇസ്രായേലിനെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ്. Only Shamgar, Pastor Vinu, was in the field. ഷാംഗാർ മാത്രമായിരുന്നു ആ കൃഷിസ്ഥലത്തുണ്ടായിരുന്നത്. If you want the harvest, you should be on the field and not in your house. നിങ്ങൾക്ക് ഒരു വലിയ കൊയ്ത്ത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൃഷിസ്ഥലത്തായിരിക്കണം, വീട്ടിൽ ആയിരിക്കരുത്. So Shamgar was on the field. ഷാംഗാർ അവൻ വയലിലായിരുന്നു. All the Levites, Judah, everybody's hiding. എല്ലാ ലേവ്യരും ഒളിവിൽ കഴിയുകയാണ്. 600 Philistines. 6000 ഫിലിസ്ത്യർ. The drill is over. അവരുടെ പരിശീലനം കഴിഞ്ഞു. They in a foreign land. അവർ മറ്റൊരു രാജ്യത്താണ്. They are free to do tourism. They have to come only next day. അവർക്ക് ഇഷ്ടമുള്ള വിനോദസഞ്ചാരം ഒക്കെ നടത്താം, അടുത്ത ദിവസം തിരികെ വന്നാൽ മതിയാകും. So in the military, ആ പട്ടാളം they go 2 by 2. അവർ 2 പേരായിട്ട് പോകുന്നു. That's what Jesus sent 2 by 2. യേശു കർത്താവ് 2 പേരെ അയച്ചുവല്ലോ. It's a military order. അതൊരു പട്ടാള ചിട്ടയാണ്. So 2 by 2, they're going to see the nation of Moses. മോശയുടെ രാജ്യം നോക്കിക്കാണുവാനായി 2 പേരായി പോകുന്നു. They're going to see the land of Abraham. അബ്രഹാമിന്റെ രാജ്യം കാണുവാനായി. They're going to see how Jericho walls were broken. യെറിക്കോ മതിൽ എങ്ങനെ തകർന്നു എന്ന് കാണുവാൻ പോകുന്നു. 2 Philistines come near Shamgar. 2 ഫിലിസ്ത്യർ ഷാംഗാറിന്റെ അടുക്കൽ വന്നു. Look at me. എന്നെ നോക്കുക. What is the principle? എന്താണ് തത്വം? Use what you have. നിങ്ങൾക്കുള്ളത് ഉപയോഗിക്കുക. Do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുക. Start where you are. നിങ്ങൾ എവിടെയാകുന്നു അവിടെ നിന്ന് തുടങ്ങുക. So say hello, shalom. അതുകൊണ്ട് ശാലോം എന്ന് പറഞ്ഞു. Shamgar looks at them. ഷാംഗാർ അവരെ നോക്കി. And God says to him, ദൈവം അവനോട് പറഞ്ഞു, Shamgar, I've given you enemies in your hand. ഷാംഗാർ, ശത്രുക്കളെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. He takes the ox goad, നീ നിന്റെ കയ്യിലുള്ള ഉപകരണം എടുത്ത് kills the 2. അവരെ 2 പേരെയും കൊല്ലുക. Next morning drill. രണ്ടാമത്തെ ദിവസം പരിശീലനം. Philistines are counting the head. ഫിലിസ്ത്യർ അവരുടെ തലയെണ്ണി നോക്കുകയാണ്. 598.
5598. Where are two gone? രണ്ടുപേർ എവിടെയാണ്? We don't know. ഞങ്ങൾക്കറിയില്ല. Yesterday we saw them going to the field. അവർ ആ വയലിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു. So two of you രണ്ടുപേർ go and find out where he is. ആ രണ്ടുപേരെ പോയി കണ്ടുപിടിക്കുക. Shamgar. Next day. അടുത്ത ദിവസം again on the field. വീണ്ടും വയലിൽ തന്നെ. He is not resting at home. അവൻ വീട്ടിൽ വിശ്രമിക്കുന്നവനല്ല. Yesterday's victory. കഴിഞ്ഞ ദിവസം അവന് വിജയമുണ്ടായി. He is again on the field. പക്ഷെ വീണ്ടും ഇന്നും അവൻ വയലിൽ തന്നെയാണ്. നാളെ ഇത് തന്നെ. You may have 5,000. 5000 പേരുണ്ടായിരിക്കും. Don't stop at 5,000. ആ 5000 പേരെ കൊണ്ട് അവസാനിപ്പിക്കരുത്. വീണ്ടും വയലിലേക്ക് പോകുക. God will give you 10,000. ദൈവം 10000 തരും. God will give you more. ദൈവം വീണ്ടും 1000 തരും. So he's working. അവൻ ജോലി ചെയ്യുകയാണ്. These people come again. വീണ്ടും ഈ ആളുകൾ വരുന്നു. Shalom. ശലോം, സമാധാനം എന്ന് പറയുന്നു. Did you see two Philistines? We are missing them. ഞങ്ങളുടെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ 2 ഫെലിസ്ത്യരെ കണ്ടോ? God told Shamgar, ദൈവം ശംഗാറിനോട് പറയുന്നു, I have given you enemy again in your hand. ഞാൻ ശത്രുക്കളെ വീണ്ടും നിന്റെ കൈകളിൽ He തന്നിരിക്കുന്നു. destroys again. അവരെ നശിപ്പിക്കുന്നു. Every day, 2 by 2. ഓരോ ദിവസവും ഈ 2 പേരായി Shamgar killed 600 Philistines. 600 പേരെ. That's what the Bible says. 600 Philistines. What is the principle? എന്താണ് തത്വം? Use what you have. നിങ്ങൾക്കുള്ളത് ഉപയോഗിക്കുക. Do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. Start where you are. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് ആരംഭിക്കുക. Use the sword. ആ നിന്റെ കയ്യിലുള്ളത് ഉപയോഗിക്കുക. അവൻ കൊന്നു. When 600 were killed, 600 പേര് കൊല്ലപ്പെട്ടപ്പോൾ there is no drill next morning. അടുത്ത ദിവസം പിന്നീട് പഴയതുപോലെ There is no പരിശീലനം. left, right. വീണ്ടും പിറ്റേ ദിവസം ലെഫ്റ്റ് റൈറ്റ് ഇല്ല. So all the backslid Israelites opened the door. ഇപ്പോൾ പിന്മാറിപ്പോയ ഒളിച്ചിരുന്ന എല്ലാ ഇസ്രായേലിലും അവരുടെ വാതിൽ തുറന്നു. Hello, Shimonite. അവരെല്ലാം ഫോൺ ചെയ്ത് ചോദിക്കുന്നു, Hello, Levite. ലേവ്യരെ എന്നൊക്കെ വിളിക്കുന്നു. Did you see any Philistines today? ഇന്ന് ഏതെങ്കിലും ഫെലിസ്ത്യരെ കണ്ടോ? Shalom, stotram. Today they are not there. അവർ പറയുകയാണ്, സമാധാനം ഇന്ന് അവരുടെ ദിവസമല്ല. Yesterday they were there. ഇന്നലെ അവരവിടെ ഉണ്ടായിരുന്നു. Today they are not there. ഇന്ന് അവരവിടെ ഇല്ല. All the body of Christ came out. ശരീരം, സഭയാകുന്ന ശരീരമെല്ലാം, ക്രിസ്തുവിന്റെ ശരീരമെല്ലാം പുറത്തു വന്നു. To look for Philistines. ഫെലിസ്ത്യരെ നോക്കി വരികയാണ്. They didn't find Philistines. അവർ ഫെലിസ്ത്യരെ കണ്ടില്ല. They found Shamgar on the field. അവർ ശംഗാറിനെ വയലിൽ കണ്ടു. Shamgar is on the field. ശംഗാർ വയലിലാണ്. They said, Shalom, Shamgar. അദ്ദേഹത്തോട് പറഞ്ഞു, ശംഗാറിനോട് പറഞ്ഞു, സമാധാനം. Where are those 600 Philistines? 600 ഫെലിസ്ത്യർ എവിടെയാണ്? Shamgar said, ശംഗാർ പറഞ്ഞു, I will show you where ഞാൻ they നിങ്ങളെ are. കാണിക്കാം. He showed them 600 burial done by Shamgar. ശംഗാർ കഴിഞ്ഞ ദിവസം നടത്തിയ 600 ശവസംസ്കാരം, ശവകുടീരങ്ങൾ അവൻ കാണിച്ചു. So the elders of Israel said, ഇസ്രായേലിന്റെ ആ മൂപ്പന്മാർ പറഞ്ഞത്, ശംഗാർ, you're a young man. നീ ഒരു ചെറുപ്പക്കാരനാണ്. You're not Levite. നീ ഒരു ലേവ്യനല്ല. You're not a prophet. നീ ഒരു പ്രവാചകനല്ല. You're not the chosen one according to us. ഞങ്ങളെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല. But God has chosen you. പക്ഷെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. So you will become the judge of Israel. നീ ഇസ്രായേലിന്റെ ന്യായാധിപനായി മാറും. How does ordinary man become extraordinary? എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകൾ അസാധാരണക്കാരായി മാറുന്നത്? Use what you have. നിങ്ങൾക്കുള്ളത് ഉപയോഗിക്കുക. Do what you can. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുക. Start where you are. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുക. Look at this man. ഈ മനുഷ്യനെ നോക്കുക. Shekhar Kalyanpur. ശേഖർ കല്യാൺപൂർ. I've never been to Bible college. ഞാൻ വേദപുസ്തകം പഠിക്കുവാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. But I use what I have. പക്ഷേ എനിക്കുള്ളത് ഞാൻ ഉപയോഗിക്കുന്നു. I do what I can. എന്റെ കയ്യിലുള്ളത് ഞാൻ ഉപയോഗിക്കുന്നു. And God uses me mightily. ദൈവം എന്നെ ഉപയോഗിക്കുന്നു. The choice is yours. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. You heard about the principle? ഈ തത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. You heard about father and son relationship? പുത്ര ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. You heard the principle of becoming great in the eyes of God? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വലിയവരായി തീരേണ്ടതിന് തത്വങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. I am making a very important statement. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം പറയുകയാണ്. Ladies, please listen. ദയവായി സഹോദരിമാർ ശ്രദ്ധിക്കുക. God is going to raise up mighty women of God in Kerala. കേരളത്തിൽ അതിശക്തരായിരിക്കുന്ന സ്ത്രീകളെ, യുവതികളെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. You watch out.
God is going to do mighty work among the women. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം വലിയ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. Now let me say this before I close. ഞാൻ പറയട്ടെ, If you want to see what you've never seen before, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, if you want to see what you've never seen before, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, then you got to do what you've never done before. അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് നിങ്ങൾ ചെയ്തു തുടങ്ങണം. Father, in Jesus' name, പിതാവേ, യേശുവിൻ നാമത്തിൽ we thank you for this precious moment. ഈ വിലയേറിയ നിമിഷത്തിന് നന്ദി പറയുന്നു. Holy Spirit, പരിശുദ്ധാത്മാവേ, you raise up this church ഈ സഭയെ അവിടുന്ന് ഉടലെടുത്തുമാറാക്കണമേ. in Christ's likeness and leadership. ക്രിസ്തുവിന്റെ തുല്യമായ നേതൃത്വത്തിലൂടെ When people see this church, ഈ സഭയെ ആളുകൾ കാണുമ്പോൾ they will see Jesus. അവർ യേശുവിനെ കാണട്ടെ. They will see Jesus in Pastor Tino. പാസ്റ്റർ ടിനുവിൽ അവർ യേശുവിനെ കാണട്ടെ. They will see Jesus in the leadership. നേതൃത്വത്തിൽ അവർ യേശുവിനെ കാണട്ടെ. They will see Jesus in the house of God. ദൈവഭവനത്തിൽ അവർ യേശുവിനെ കാണട്ടെ. Christ is alive. യേശു ക്രിസ്തു ജീവിക്കുന്നു. Christ in us is the hope of glory. ഞങ്ങളിലുള്ളത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. Father, I pray in Yeshua's name. കർത്താവേ, ഇന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Build this local church. ഈ സഭയെ അവിടുന്ന് പണിയണമേ. Make it strong, Lord. ഇതിനെ ശക്തമാക്കണമേ. Join the hearts of people, God. ആളുകളുടെ ഹൃദയത്തെ അവിടുന്ന് ഏകീഭവിപ്പിക്കണം. One heart, one mind, one purpose. ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ഉദ്ദേശം. That this church will become the movement of the Holy Spirit till the coming of Jesus. യേശു ക്രിസ്തുവിന്റെ വരവരെയും ഈ സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു മുന്നേറ്റമാകട്ടെ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen.